പ്രാർത്ഥനാധുനി ഇളമ്പള്ളിക്കൽ കൺവെൻഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ആത്മീയ സമ്മേളനത്തിൻ്റെ പ്രഥമ രാത്രിയിൽ ഈ യോഗ നടപടികൾ ഏറ്റവും ഐശ്വര്യമായി നിർവഹിക്കുന്ന കർത്താവിലേറെ പ്രിയങ്കരനും പ്രസിദ്ധനുമായ പാസ്റ്റർ സാം ജി വർഗീസ് അവറുകൾ, പ്രാർത്ഥനാധുനി ഇൻ്റർനാഷണൽ പ്രസിഡൻ്റായി സേവനമനുഷ്ഠിക്കുന്ന ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് ഗുജറാത്ത് ജാംനഗർ ശുശ്രൂഷകനും ഗുജറാത്ത് സെൻട്രൽ സെക്രട്ടറിയും ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് ഇവാഞ്ചലിസം ബോർഡ് വൈസ് ചെയർമാനുമായ പ്രിയങ്കരനായ സ്നേഹിതൻ പാസ്റ്റർ ബെൻസൺ അവറുകൾ, ഈ യോഗം പ്രൗഢഗംഭീരമായ സന്ദേശത്തോടുകൂടി ഇന്ന് രാത്രിയിൽ ഇവിടെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥനാധുനിയുടെ കേരള ചാപ്റ്റർ ചെയർമാനായ പാസ്റ്റർ ഹാർലി സാമുവേൽ, പ്രാർത്ഥന കൊണ്ടും സാന്നിധ്യം കൊണ്ടും ഈ വേദിയെ അലങ്കരിക്കുന്ന ഏറ്റവും ബഹുമാനിതരും പ്രിയങ്കരരുമായ പാസ്റ്റർ അബിൻ, പാസ്റ്റർ ജോർജ് ജോൺ, പാസ്റ്റർ ജോസഫ്, പാസ്റ്റർ രാജൻ സാർ, പാസ്റ്റർ ജോസ് പൊടിക്കുഞ്ഞ്, പാസ്റ്റർ എം സാമുവേൽ, പാസ്റ്റർ സുജിത്ത്, അങ്ങനെ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ഏറ്റവും പ്രബുദ്ധരായ ദൈവദാസന്മാർ, വളരെ മനോഹരമായി ഈ ശബ്ദ സംവിധാനം കൈകാര്യം ചെയ്ത് ഈ സ്ഥലപരിമിതിയിലും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇവിടുത്തെ ശുശ്രൂഷകൾ എത്തിക്കുവാൻ സാങ്കേതിക സഹായം ചെയ്യുന്ന ഷാരോൺ ഫെലോഷിപ്പിൻ്റെ തന്നെ അനുഗ്രഹീത പ്രവർത്തകനും സ്നേഹിതനുമായ പാസ്റ്റർ ബിജു അവറുകൾ, തൻ്റെ ആഭിമുഖ്യത്തിൽ വളരെ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ചു കൊണ്ടിരിക്കുന്ന ഇറ്റേണൽ വോയിസ്, ഇവിടുത്തെ ശുശ്രൂഷകൾ ഏറ്റവും ഭംഗിയായി ഭൂമിയുടെ അറ്റത്തോളം എത്തിക്കുന്ന മീഡിയ പ്രവർത്തകർ, ഈ മീഡിയയിൽ കൂടെ ഇതര രാജ്യങ്ങളിലിരുന്ന് ഞങ്ങളെ വീക്ഷിക്കുന്ന ശ്രദ്ധിക്കുന്ന മാന്യമിത്രങ്ങൾ, സഭാവ്യത്യാസങ്ങൾ കൂടാതെ ഈ സമ്മേളനത്തിൽ ദൈവവചന കേൾവിക്കായി പ്രാർത്ഥനാപൂർവം വന്നിട്ടുള്ള വിശ്വാസ സമൂഹങ്ങൾ, സുവിശേഷ സ്നേഹിതരായ ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള ദേശനിവാസികൾ, മറ്റ് ബഹുജനങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഈ മനോഹരമായ ദിവസത്തിൽ ക്രിസ്തുവചനം നിമിത്തം നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ ലഭിച്ച ഈ നിമിഷത്തെ ജീവിതത്തിലെ ഒരു സുവർണ സുഹൃത നിമിഷമായി മനസ്സിലാക്കി ആയതിലേക്ക് എന്നെ നിയുക്തനാക്കിയ സർവശക്തനായ ദൈവത്തിനും ദൈവവചന വിളംബരത്തിന് വേണ്ടി എന്നെ ക്ഷണിച്ച പ്രാർത്ഥനാധ്വനി, അതോടൊപ്പം ഈ സമ്മേളനത്തിൻ്റെയും എല്ലാ ഫാക്കൽറ്റി മെമ്പേഴ്സിനോടും കർത്തൃനാമത്തിൽ എൻ്റെ നന്ദിയും കടപ്പാടും സ്നേഹവും പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രൗഢഗംഭീരമായി പ്രാർത്ഥിച്ചാരംഭിച്ച ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷത്തിലേക്കാണ് ഞാൻ നിങ്ങളും വന്നിട്ടുള്ളത്. സമയത്തിൻ്റെ ലഭ്യത പരിജ്ഞാനത്തിൽ മനസ്സിലാക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും എന്നുള്ള ഒരു ബോധമുള്ളതുകൊണ്ട് മറ്റുള്ള വാക്കുകളുടെ വിശദീകരണങ്ങളോ വിശകലനങ്ങളോ ഒന്നുമില്ലാതെ ഞാൻ ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാനായി താല്പര്യപ്പെടുകയാണ്. ഷാരോൺ ഫെലോഷിപ്പ് എന്ന ആധ്യാത്മിക സംഘടന ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പടർന്നു പന്തലിക്കുന്ന അനുഗ്രഹീതമായ ഒരു പ്രസ്ഥാനമാണ്. അതിലെ ഒരു ശുശ്രൂഷകനായിരിക്കാനും കർത്താവ് എനിക്ക് അവസരം തരുന്നു. അതിൽ വളരെ ശക്തമായ നിലകളിൽ പ്രവർത്തനത്തിൽ വ്യാപൃതനാകുന്ന അനുഗ്രഹീതനായ ദൈവത്തിനാണല്ലോ പ്രിയപ്പെട്ട ബെൻസൺ പാസ്റ്റർ. അദ്ദേഹവുമായിട്ടുള്ള കൂട്ടായ്മ ഏറിയ വർഷമായിട്ടുണ്ട്. കഴിഞ്ഞുപോയ കോവിഡ് കാലഘട്ടത്തിൽ ഓൺലൈൻ വഴി നടത്തിയിട്ടുള്ള ദൈവവചന ശുശ്രൂഷയുടെ വേദികളിൽ
എനിക്കും ദൈവവചനം സംസാരിക്കാനുള്ള ഒരു അവസരം അദ്ദേഹത്തിൽ കൂടെ ലഭ്യമായി. ഈ യോഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വളരെ പ്രാർത്ഥനയോടുകൂടിയാണ് ഞാൻ ഇതിന് ഡേറ്റ് എൻ്റെ ഡയറിയിൽ കുറിച്ചതെങ്കിലും ഒരു ചെറിയ മനുഷ്യൻ എന്ന നിലയിൽ പറ്റിയ ഒരു അബദ്ധത്തെ പ്രതി ഇന്നേ ദിവസം തിരുവനന്തപുരം പട്ടണത്തിൽ നടക്കുന്ന ചില സഭകൾ ചേർന്ന് നടക്കുന്ന ഒരു സമ്മേളനത്തിനും ഞാൻ ഈ സമയം കൊടുത്തുപോയി. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമെല്ലാം ചില തർക്കങ്ങളും സംസാരങ്ങളും ഉണ്ടായെങ്കിലും അവരുടെ അനുവാദത്തോടെയാണ് ഇന്ന് രാത്രി ഇവിടെ നിൽക്കുന്നത്. എൻ്റെ സഹോദരൻ എന്ന നിലയിൽ ഞാൻ ബെൻസൺ പാസ്റ്ററിനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇവിടെയുള്ള 9 സഭകൾ ചേർന്നാണ് ഈ കൺവെൻഷൻ ക്രമീകരിച്ചിട്ടുള്ളത്. തനിക്ക് പിന്നിലുള്ള 8 സഭകളുടെയും വക്താക്കൾ പാസ്റ്റർ വന്നില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യും എന്നുള്ളൊരു സന്ദേശം എനിക്ക് തന്നു. അപ്പോൾ ചെറിയ ജീവിതം തടവിലാക്കപ്പെടാൻ ഉള്ളൊരാഗ്രഹം എനിക്കില്ലാത്തതുകൊണ്ട് അവിടെയുള്ള മാന്യ സഹോദരങ്ങളോട് സവിനയം ഞാൻ എൻ്റെ കാര്യം അവതരിപ്പിച്ചപ്പോൾ ഒരുപാട് വാക്കുകൾ കൊണ്ട് അവർ എന്നെ ബോധവൽക്കരിച്ച് അവിടേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. പക്ഷേ ഞാൻ എൻ്റെ പ്രസ്ഥാനത്തോടും പ്രിയ സ്നേഹിതനോടും കാണിച്ച ആത്മാർത്ഥതയെ പ്രതിയാണ് ഇന്ന് രാത്രിയിൽ ഇവിടെ നിൽക്കുന്നത്. ഈ മീഡിയയിൽ കൂടി ആ പ്രിയപ്പെട്ടവർ ഇത് ശ്രദ്ധിക്കുന്നുവെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് സദയം ക്ഷമ ചോദിക്കുന്നു. കർത്താവ് നിങ്ങളെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ സുവിശേഷത്തിൻ്റെ പ്രാധാന്യതയെ വിശദീകരിച്ചുകൊണ്ട് നടത്തിയ ആ സന്ദേശം ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും കാതലായ ഒരു സന്ദേശമാണ്. വ്യത്യസ്തമായിരിക്കുന്ന ചരിത്ര പശ്ചാത്തലങ്ങളെയും ആനുകാലിക സംഭവങ്ങളെയും അണിനിരത്തി യേശുക്രിസ്തു മനുഷ്യവിമോചകൻ എന്ന് പറയുന്ന സന്ദേശത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ കൂടെ അവതരിപ്പിച്ച ആ സന്ദേശത്തെ അതിജീവിക്കുന്ന അതിരുകടന്നു പോകുന്ന ഒരു സന്ദേശം ഇനി വേണമോ എന്നുള്ളത് ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയുണ്ടായി. എനിക്കൊരു സമയം ഇവിടെ തന്നിട്ടുണ്ട്. ആ സമയപരിധി ഞാൻ ഉപയോഗിക്കുമ്പോൾ ആദ്യത്തെ പ്രസംഗമായിരുന്നു ഇതിലും നല്ലത് എന്ന് നിങ്ങൾ ചിന്തിക്കുമോ എന്നൊരു പേടി എനിക്കുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് തെറ്റുകുറ്റങ്ങൾ സദയം പ്രേക്ഷകർ ക്ഷമിക്കണമെന്ന വിനീതമായ അഭ്യർത്ഥനയോടെ ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തകൾക്ക് വേണ്ടി ജീവിതം വെളിച്ചമാക്കുന്ന ക്രിസ്തുയേശുവിൻ്റെ സ്നേഹ ഇടപെടലുകളുടെ ഒരു ചരിത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി എനിക്ക് അനുവദിച്ച പ്രഭാഷണ സമയം അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെട്ടുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 12 മുതൽ 18 വരെയുള്ള തിരുവെഴുത്തിൻ ഭാഗം നിയോഗിക്കപ്പെട്ട പ്രിയപ്പെട്ടവർ മൈക്കിൽ കൂടെ ശബ്ദമുയർത്തി തെറ്റാതെ ഒരു തവണ വായിച്ച് സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ട് നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടിയിരിക്കാം. പ്രിയപ്പെട്ടവർ ആ വചനഭാഗം വായിച്ച് കേൾപ്പിക്കും. യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറേ അവൻ ഗലീലയ്ക്ക് വാങ്ങിപ്പോയി. നസ്രേത്ത് വിട്ട് സെബൂലിന്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയുള്ള കവർന്ന ഭൂമിയിൽ ചെന്നു പാർത്തു. സെബൂലിൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാനക്കരയുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇടവന്നു. അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. അവൻ ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്നു പേരുള്ള ശീമോൻ, അവന്റെ സഹോദരനായ അന്ത്രയോസ് എന്നിങ്ങനെ മീൻപിടുക്കക്കാരായ 2 സഹോദരന്മാർ കടലിൽ വല വീശുന്നത് കണ്ടു. വളരെ നന്ദി. വിശുദ്ധ ബൈബിൾ രചിക്കപ്പെട്ടിട്ടുള്ളത് യഹൂദ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്. യഹൂദരെന്ന് പറയുന്ന ജനതതി അന്നും ഇന്നും എന്നും ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായി തീർന്നിട്ടുള്ള ഒരു സമൂഹമാണ്. കേരളത്തിൻ്റെ അത്രയും പോലും വലിപ്പമില്ലാത്ത ഒരു കൊച്ചു ഭൂപ്രദേശത്ത് ജീവിക്കുന്ന ഈ ജനതതികൾ ഭൂമിയിലെ മറ്റേതൊരു സമൂഹത്തെ കഴിഞ്ഞും ഉപരിയായിട്ടുള്ള
രാഷ്ട്രീയ, മത, സാമൂഹിക പീഡനങ്ങൾക്ക് വിധേയപ്പെടുകയും വിവിധ കാലഘട്ടങ്ങളിലായി വൈദേശിക ശക്തികൾക്ക് അടിമപ്പെട്ടുകൊണ്ട് അവർക്ക് ലഭിക്കപ്പെട്ട അവകാശത്തിൽ നിന്നും അവർക്ക് ലഭിക്കപ്പെട്ട അധികാരത്തിൽ നിന്നും മറ്റൊരു വഴിയിൽ കൂടെ പ്രാണരക്ഷാർത്ഥം സഞ്ചരിക്കേണ്ടി വരുന്നതായ ദുരന്ത ചരിത്രം, ചരിത്രങ്ങളുടെ ചരിത്ര പുസ്തകമായിരിക്കുന്ന വിശുദ്ധ ബൈബിളിൽ നിന്നും മതേതര പുസ്തകങ്ങളായിരിക്കുന്ന ലോകത്തിന്റെ ഇതര പുസ്തകത്താളുകൾ നമുക്ക് ലഭ്യമായിട്ടുള്ള ഒരു വസ്തുതയാണ്. വിശുദ്ധ ബൈബിൾ യഹൂദനുമായി ബന്ധപ്പെട്ട് പഠനത്തിനും വായനയ്ക്കും വേണ്ടി നാം വിധേയപ്പെടുത്തിയാൽ 2 ഭാഗമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലൊന്നാമത്തെ ഭാഗം പഴയ നിയമം എന്ന് പറയുന്ന ഒരു ഭാഗമായി നിലകൊള്ളുന്നു. രണ്ടാമത്തെ ഭാഗം പുതിയ നിയമം എന്ന് പറയുന്ന ഭാഗവും. പഴയ നിയമത്തിന് 39 പുസ്തകങ്ങൾ. യഹൂദന്റെ സാംസ്കാരിക, രാഷ്ട്രീയ, മത, സാമൂഹിക, കുടുംബ, ധാർമ്മിക പശ്ചാത്തലങ്ങളെ അണിനിരത്തിക്കൊണ്ട് മോശ എന്ന് പറയുന്ന രാഷ്ട്രീയ വിമോചകന്റെ ആഭിമുഖ്യത്തിൽ ലഭ്യമായിരിക്കുന്ന ദൈവത്തിന്റെ കൽപ്പനകൾ, തോറ അല്ലെങ്കിൽ ന്യായപ്രമാണം എന്നറിയപ്പെടുന്ന ആ നിയമസംഹിതകളുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത സമൂഹമായി അന്നും ഇന്നും യഹൂദൻ എന്ന് പറയുന്ന ജാതികൾ ജീവിക്കുന്നു. അവരുടെ ജീവിത രീതികളുടെ വിശദീകരണങ്ങളാണ് പഴയ നിയമത്തിന്റെ ഏറിയ പങ്കും ഭാഗങ്ങളിലുള്ളത്. അതിനിടയിൽ തന്നെ ഈ സമൂഹത്തെ ലോകത്തിനു മുമ്പിൽ ദൈവം അവതരിപ്പിക്കുമ്പോൾ സാമ്രാജ്യങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ച്, മതങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ച്, പ്രകൃതിയുടെ റീക്രിയേഷനെക്കുറിച്ച്, മാനവികതയെക്കുറിച്ച്, മനുഷ്യത്വത്തെക്കുറിച്ച്, ശാസ്ത്രത്തെക്കുറിച്ച്, കലയെക്കുറിച്ച്, സാഹിത്യങ്ങളെക്കുറിച്ച്, കായിക മേഖലകളെക്കുറിച്ച്, തത്വജ്ഞാനങ്ങളെക്കുറിച്ച്, അങ്ങനെ എണ്ണമറ്റ ആശയങ്ങളെക്കുറിച്ചും ഈ പഴയ നിയമത്തിന്റെ ഭാഗങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. കേവലം 1, 2, 3 ദിവസങ്ങൾ എടുത്തു നടത്തുന്ന ഇതുപോലെയുള്ള പൊതുസമ്മേളനങ്ങൾ ബൈബിൾ എന്താണ് എന്തല്ല എന്ന് വ്യാഖ്യാനിക്കുവാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ബൈബിളിൽ കൂടെ ജീവവെളിച്ചം ഏറ്റെടുത്തിട്ടുള്ള ഞാനടക്കമുള്ള എൻ്റെ മുമ്പിലും പിമ്പിലുമുള്ള ആളുകൾ അവർക്ക് പരിശുദ്ധാത്മാവ് നിയോഗം കൊടുത്ത അതാത് സ്ഥലങ്ങളിൽ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ ഒരു പ്രസ്ഥാനങ്ങൾ തീർത്തുകൊണ്ട് വിശുദ്ധ ബൈബിൾ മൂല്യങ്ങളുടെ വിശദീകരണത്തിനായി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങൾ അവതരിപ്പിക്കുന്ന ബൈബിൾ മൂല്യങ്ങളുടെ ആശയങ്ങൾ അത് എല്ലാ ഭാഗങ്ങളെയും തൊട്ടുനിർത്തിക്കൊണ്ടു പോകാനും വിശദീകരിക്കാനും കഴിയില്ല എന്നുള്ളത് കൊണ്ട് നാളെ മുതൽ നടക്കുന്ന യോഗങ്ങളിലും ഇന്ന് രാത്രിയിൽ ഇവിടെ വന്നിട്ടുള്ള ആളുകളടക്കം, ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ അടക്കം മഴയൊന്നും നോക്കാതെ വന്നിരുന്ന് കേട്ട് ഈ വായിച്ച കുറിവാക്യത്തിന്റെ ആധാരമായി നിൽക്കുന്ന യേശുക്രിസ്തുവിന്റെ പുണ്യ വെളിച്ചം പ്രാപിച്ചെടുത്തുകൊണ്ട് മുൻ പ്രഭാഷകൻ അവതരിപ്പിച്ചു നിർത്തിയ നിത്യത എന്ന് പറയുന്ന അമൂല്യമായിരിക്കുന്ന അനുഭവത്തിലേക്കുള്ള പ്രവേശനത്തിനുള്ള ഒരുക്കത്തിലേക്ക് വരുവാൻ സർവശക്തനോട് ഞാൻ പ്രാർത്ഥിക്കുകയും നിങ്ങളെ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. പഴയ നിയമത്തിന്റെ ഭാഗങ്ങളുടെ അവസാനം എത്തി നിൽക്കുന്നത് മാലാഖി എന്ന് പറയുന്ന ഒരു പ്രവചനത്തിലാണ്. ചെറുപ്രവാചക ഗണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള മാലാഖി എന്ന് പറയുന്ന പ്രവാചകൻ ഇസ്രായേലിന്റെ ദേശീയ ബോധത്തെ, ആധ്യാത്മിക മണ്ഡലങ്ങളെ തൊട്ടുനിർത്തിക്കൊണ്ട് നടത്തുന്ന പ്രവചന അവതരണങ്ങളുടെ ആ അവസരത്തിന് ശേഷം യഹൂദ ചരിത്രത്തിൽ ഒരു കറുത്തിരുണ്ട ഇടനാഴിയുടെ ഒരു നീണ്ട ഇടവേള നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ഇടവേളകളിൽ യഹൂദ ജാതിയുടെ ഇടയിൽ സംഭവിക്കപ്പെട്ട ഒട്ടനവധി പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകത യഹൂദ ജാതിയെ തനതായ അവരുടെ പാരമ്പര്യ വിശ്വാസ, ആചാര, അനുഷ്ഠാന വ്യവസ്ഥകളിൽ നിന്നും മാറ്റി ചിന്തിക്കുവാൻ, മാറി ജീവിക്കുവാനായിട്ടുള്ള പ്രേരണയിലേക്ക് നയിച്ചു. ചരിത്രമെന്ന വാക്കിനർത്ഥം ചലനമെന്നാണ്. അതിങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും. കാലാകാലങ്ങളിലായി മനുഷ്യർക്കിടയിൽ വന്നതായ പരിവർത്തനങ്ങളുടെ വിശദീകരണമാണ് ചരിത്രം. യഹൂദ ചരിത്രം ഒരു സമൂഹത്തിന്റെ മാത്രം ചരിത്രമല്ല, അത് ലോകത്തിന്റെ തന്നെ ചരിത്രമാണ്. യഹൂദനുണ്ടായ മാറ്റങ്ങൾ ലോകത്തിനുണ്ടാകുന്ന മാറ്റങ്ങളാണ്. ഒരു സാമൂഹിക വീക്ഷണത്തിൽ നിന്നുകൊണ്ട് മാത്രം ബൈബിളിനെ ഒരു പഠന വിധേയമാക്കിയാൽ
നരവംശാസ്ത്രത്തിന്റെ മനുഷ്യനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ മേഖലകളുടെയും കാര്യാദികളെ കുറിച്ച് വ്യക്തത നമുക്ക് ലഭിക്കും എന്നുള്ളതും ഈ ബൈബിൾ പഠനത്തിന്റെ മറ്റൊരു അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു വശമാണ്. ആധ്യാത്മിക കാര്യങ്ങൾക്ക് മാത്രം ഊന്നൽ കൊടുക്കുന്ന ഒരു പുസ്തകമല്ല വിശുദ്ധ ബൈബിൾ. രാജ്യത്തിന്റെ നിയമത്തിന്റെ അഖണ്ഡതയോടുള്ള പ്രതിജ്ഞാബദ്ധമായിരിക്കുന്ന ജീവിതം, ഒരു മനുഷ്യൻ എന്ന നിലയിൽ അവന്റെ ഉള്ളിൽ ആക്കി വെച്ചിരിക്കുന്ന ഇന്നർ ജഡ്ജ് അഥവാ മനസാക്ഷിയോടുള്ള ബന്ധത്തിൽ, അവന്റെ അനുസരണശീലത്തിൽ നടപ്പാകേണ്ടതായിരിക്കുന്ന ധാർമ്മിക വ്യവസ്ഥയുടെ നല്ല ജീവിതം, സഹോദര പ്രീതിയിൽ നിലനിൽക്കേണ്ടതായ സാഹോദര്യ ബന്ധങ്ങൾ, അങ്ങനെ തുടങ്ങുന്ന ഒട്ടനവധി കാര്യങ്ങളെ കൃത്യമായി ലോകത്തിനു മുമ്പിൽ ഒരു കളങ്കവും കൂടാതെ അവതരിപ്പിച്ചിട്ടുള്ള ഏക ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. അതുകൊണ്ട് ആധ്യാത്മിക മണ്ഡലങ്ങളിൽ മാത്രം ഇതിനെ സമീപിക്കാതെ രാഷ്ട്രീയപരമായിരിക്കുന്ന അല്ലെങ്കിൽ സാമൂഹ്യപരമായിരിക്കുന്ന മനുഷ്യന്റെ ഏകോദര സാഹോദര്യ ബന്ധത്തിന് ഈ ബൈബിൾ മൂല്യങ്ങളുടെ ആശയങ്ങൾ സമ്പുഷ്ടമായ നിലകളിൽ മുന്നുള്ളതായിരിക്കുന്ന ആചാര്യന്മാർ, അതാത് തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ കടമെടുത്ത് അവതരിപ്പിച്ചത് നമ്മൾ വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ യഹൂദനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ബൈബിളിന്റെ പ്രഥമ ഭാഗമായിരിക്കുന്ന പഴയ നിയമ ചരിത്രത്തിൽ യഹൂദന്റെ ആ അവസ്ഥകളെ വിശദീകരിച്ച് മാലാഖി പ്രവാചകന്റെ അവസരത്തോടുകൂടെ ആ മതപശ്ചാത്തലങ്ങൾ, അവരുടെ ചരിത്രത്തിന്റെ ഇടപെടലുകൾക്ക് ഒരു ചെറിയ മങ്ങലേറ്റ് നിൽക്കുന്നു. ആ മങ്ങലേറ്റ് നിൽക്കുന്ന കാലഘട്ടത്തിലാണ് ഗ്രീസ് എന്ന് പറയുന്ന സാമ്രാജ്യത്വ വ്യവസ്ഥയുടെ വലിയ സ്വാധീനങ്ങൾ ലോകോത്തര മേഖലകളിൽ പടർന്ന് കാട്ടുതീ പോലെ പന്തലിക്കുന്നത്. ആ ഗ്രീസ് സാമ്രാജ്യത്തിന്റെ അവസാന കാലഘട്ടത്തിലും ഗ്രീസിനെ അടിച്ചമർത്തിക്കൊണ്ട് ടൈബർ നദിയുടെ തീരത്ത് ഉയർത്തെഴുന്നേറ്റ് വന്ന റോമൻ സാമ്രാജ്യ വ്യവസ്ഥകളുടെ അവസരത്തിലും യഹൂദ ജാതികൾക്കിടയിൽ അവരുടെ മതപശ്ചാത്തലങ്ങൾക്ക് മങ്ങലേറ്റുവെങ്കിലും അവരുടെ അവകാശ ഭൂമിയായിരിക്കുന്ന പാലസ്തീൻ, അവിടെ സ്ഥിതി ചെയ്യുന്ന അവരുടെ ആരാധന കേന്ദ്രം, അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന വാഗ്ദത്തത്തിന്റെ ഭൂപ്രദേശങ്ങളൊക്കെ അവകാശമാക്കാൻ അവരുടെ പാരമ്പര്യവും അവരുടെ സംസ്കാരങ്ങളും അവരുടെ ആലയവും ആചാരമെല്ലാം നിലനിർത്താൻ വേണ്ടി നടത്തുന്ന ഒരു ദേശീയ വിപ്ലവത്തിന്റെ തീവ്രവാദ പ്രവർത്തനങ്ങളും പാലസ്തീന്റെ മണ്ണിന്റെ പല കോണുകളിലായി വെളിപ്പെട്ടു വരുന്നു. ജുദായിസം എന്ന് പറയുന്ന ഒരു ഭാഗം അത് വിഭിന്നമായ നിലകളിലേക്ക് പിന്നീട് വഴിമാറുകയാണ്. ഗ്രീസുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അത് ഗ്രീസിന്റെ സാംസ്കാരിക അവസ്ഥ, അത് ഹെല്ലനിസം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ജ്ഞാനപരമായിരിക്കുന്ന ഇടപെടലുകൾ, ജ്ഞാനത്തിന്റെ വരവോടുകൂടെ ദൈവത്തോടുള്ള യഹൂദന്റെ ആഭിമുഖ്യത്തിന് എവിടെയോ മങ്ങലേൽക്കുന്നു. ഈ പുറകിലിരിക്കുന്ന കുട്ടികൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ ശ്രദ്ധിക്കണം. അവിടെ ഇരുന്ന് സംസാരിച്ചാൽ ഞാൻ മൈക്കും കൊണ്ട് അങ്ങ് വരും, നീ അവിടെ ഇരുന്ന് സംസാരിക്കേണ്ട വരും. അപ്പോൾ ഹെല്ലനിസത്തിന്റെ വലിയ സ്വാധീനം, ജ്ഞാനമതത്തിന്റെ വലിയ സ്വാധീനം, അതോടൊപ്പം തന്നെ റോമ ഗവൺമെന്റിന്റെ കിരാതമായിരിക്കുന്ന ഭരണവ്യവസ്ഥ, യഹൂദ മത പശ്ചാത്തലത്തിന്റെ മക്കാബിയ യുഗത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ദേശീയ വിപ്ലവങ്ങൾ, അതിനപ്പുറമായി ജീവിക്കുവാൻ വേണ്ടി തത്രപ്പെടുന്ന ഒരു പറ്റം ജനനിധികൾ, അങ്ങനെ ആകമാനം യഹൂദ ചരിത്രങ്ങൾ ഒരു വല്ലാത്ത അവസ്ഥകളിൽ നിലനിൽക്കുന്ന സമയത്താണ് യഹൂദ മതമണ്ഡലത്തിന്റെ അടിവേരുകളെ അറുത്തുകൊണ്ട് ഒരു നവലോകമായിരിക്കുന്ന ദൈവരാജ്യത്തിന്റെ പുതിയ വിപ്ലവകരമായിരിക്കുന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മതമല്ല കാര്യം, മനുഷ്യത്വമാണ് കാര്യമെന്ന് യേശു ജനത്തെ പഠിപ്പിച്ചിട്ട് ദൈവരാജ്യത്തെക്കുറിച്ചുള്ളതായ ആശയങ്ങൾ താൻ വിഭാവനം ചെയ്യുമ്പോൾ വാക്കിൽ ഒതുക്കാതെ അത് തന്റെ പ്രവൃത്തിയിൽ കൂടെ വെളിപ്പെടുത്തി ദൈവരാജ്യത്തിന്റെ അധിപൻ താനാണ് എന്ന് അഖില ലോകത്തോടും തെളിയിച്ചുകൊണ്ട് യൂദാമതത്തിന് നേരെ മാത്രമല്ല റോമൻ ഗവൺമെന്റ് സ്ഥാപിച്ചിട്ടുള്ളതായ ചില ഭരണ സംവിധാനങ്ങളെയും ആ സമൂഹത്തിൽ നിലനിന്നതായ ചില ധാർമ്മിക അധപ്പതനത്തിന്റെ മൂല്യച്യുതികൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ടും അദ്ദേഹം നടത്തുന്ന ഇടപെടലുകളെ ചരിത്രമായി പുതിയ നിയമത്തിന്റെ ഭാഗം നമുക്ക് ദർശിക്കാൻ കഴിയുന്നുണ്ട്. പുതിയ നിയമം വളരെ പഠനത്തിന് വിധേയപ്പെടുത്തേണ്ടതായ ഒരു പുസ്തകമാണ് പുതിയ നിയമം എന്ന് പറയുന്നത്. അത് മതേതര പുസ്തകമാണ്. വിശുദ്ധ ബൈബിളിന്റെ പ്രഥമ ഗ്രന്ഥമായിരിക്കുന്ന പഴയ നിയമം ഒരു മതപുസ്തകമായിട്ട് നിലനിൽക്കുമ്പോൾ പുതിയ നിയമം ഒരു മതേതര പുസ്തകമായി, മാനവികതയുടെ പുസ്തകമായി, മനുഷ്യത്വത്തിന്റെ പുസ്തകമായിട്ട് നിലകൊള്ളുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അന്നുവരെ സാമ്രാജ്യത്വ വ്യവസ്ഥയുടെയോ മതപരമായിരിക്കുന്ന ഇടപെടലിന്റെയോ ഒക്കെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ അടിച്ചമർത്തി ഭരിക്കുന്നതായ ഒരു സംവിധാനമായിരുന്നു
യേശുക്രിസ്തുവിന്റെ പുണ്യപിറവി നടക്കുന്ന കാലഘട്ടത്തിൽ വരെ സംഭവിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഈ കാണുന്നതായ വസ്തുതകളോ പ്രസ്ഥാനങ്ങളോ ആശയങ്ങളോ ഒന്നുമല്ല പ്രധാനം. ദൈവത്തിന് മുമ്പിൽ ദൈവത്തിന് ഏറ്റവും പ്രധാനം മനുഷ്യനെന്ന് പറയുന്ന തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ആ വ്യക്തിപ്രഭാവമാണ് എന്ന് ഊന്നൽ കൊടുത്തുകൊണ്ട് യേശു തന്റെ പ്രഭാഷണത്തിലും തന്റെ പ്രവർത്തനത്തിലും ജനത്തെ ബോധ്യപ്പെടുത്തുന്നു. ആ ഒരു തുടക്കത്തിന് മുന്നോടിയായിട്ട് വരുന്ന ഒരു വ്യക്തിത്വത്തെ പ്രിയപ്പെട്ട സിസ്റ്റർ നമ്മൾ വായിച്ചു കേൾപ്പിച്ചു. യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം യേശുക്രിസ്തുവിന്റെ സാമൂഹിക ഇടപെടലിലും ദൈവം അയച്ചതായ ആ ദൗത്യത്തിന്റെ നിർവഹണത്തിന് മുമ്പ് യേശുക്രിസ്തുവിന്റെ ഇടപെടലിന് വേണ്ടി, യേശുക്രിസ്തുവിന്റെ പ്രവർത്തികൾക്ക് വേണ്ടി വഴിനിരത്താൻ വന്ന ദൈവത്താൽ അയക്കപ്പെട്ട ഒരു പുണ്യ മനുഷ്യനും പുണ്യജന്മമാണെന്നും ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. യേശു ആ യോഹന്നാന്റെ മരണത്തെക്കുറിച്ചുള്ള കേൾവി കേട്ടപ്പോൾ പ്രസ്താവിച്ച ഒരു പ്രധാനപ്പെട്ട വാക്കുണ്ട്. അതിങ്ങനെയാണ്: അവൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന ഒരു വിളക്കായിരുന്നു. അവൻ വിളക്കായിരുന്നുവെങ്കിൽ ആ വിളക്കിൽ നിന്നും പിന്നെയും സമൂഹത്തിലേക്ക്, രാജ്യങ്ങളിലേക്ക് കഴിഞ്ഞുപോയ 2 സഹസ്രാബ്ദമായി കത്തിപ്പടരുന്ന മറ്റൊരു വിളക്കായിട്ട് പിന്നീട് യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. യോഹന്നാൻ ഒരു ജ്വലിച്ച് പ്രകാശിക്കുന്ന ചെറിയ ഒരു കൈത്തിരി നാളമായിരുന്നുവെങ്കിൽ യേശു ക്രിസ്തു ലോകത്തെ പ്രകാശിപ്പിച്ച പുണ്യ വെളിച്ചമായിരുന്നു. ആ ലോകത്തിന്റെ പ്രകാശനം എന്ന് പറയുന്നത് ഏത് നിലകളിലാണ്? മൈക്കിൾ ഫാരഡെ കണ്ടുപിടിച്ച ബൾബിന്റെ കണ്ടുപിടുത്തത്തോടെ വർണ്ണാഭമായിരിക്കുന്ന വൈദ്യുതി തരംഗങ്ങളുടെ ആവിർഭാവത്തിൽ അകമ്പടിയിൽ ഈ ഭൂമി പ്രകാശിച്ചതായ കാര്യങ്ങളെ കുറിച്ചാണോ? അല്ല, മറിച്ച് ഞാൻ തൊട്ടു മുമ്പ് ഓർപ്പിച്ചതായ സാമൂഹ്യപരവും മതപരവുമായ ധാർമ്മികപരമായിരിക്കുന്ന ജീവിത വ്യവസ്ഥകളിൽ മനുഷ്യന്റെ മനസ്സ് മുരടിച്ചു പോയി, മനുഷ്യത്വം മരവിച്ച് മനുഷ്യൻ മൃഗതുല്യമായി മനുഷ്യനെ മരമായി കണ്ടിരുന്ന കാലഘട്ടങ്ങളെ അവന്റെ മനസ്സിനെ പരിവർത്തനത്തിലേക്ക് നയിച്ച് മനുഷ്യനായി ജീവിക്കുവാൻ ദൈവത്തിന്റെ ഇടപെടലിൽ കൂടെ വെളിപ്പെട്ട മനുഷ്യന്റെ പരിവർത്തനത്തെയാണ് ആ വെളിച്ചമെന്ന വാക്കിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് പാലസ്തീന്റെ മണ്ണിനെ മാത്രമല്ല വെളിപ്പിച്ചത്, അത് റോമൻ ഭരണ സംവിധാനം നിലനിന്നതായ ഭൂപ്രദേശങ്ങളെ മാത്രമല്ല. സുവിശേഷത്തിന്റെ മാറ്റൊലി എവിടെയൊക്കെ ഉയർന്നിട്ടുണ്ടോ, സുവിശേഷത്തിന്റെ കൊടുങ്കാറ്റ് എവിടെയൊക്കെ വന്നിട്ടുണ്ടോ, സുവിശേഷത്തിന്റെ തീജ്വാലകൾ എവിടെയൊക്കെ പുറപ്പെട്ടിട്ടുണ്ടോ, സുവിശേഷത്തിന്റെ ദീപശിഖ എവിടെയൊക്കെ ഉയർത്തിയിട്ടുണ്ടോ, അവിടെയെല്ലാം വെളിച്ചത്തിന്റെ വലിയ പരവതാനികൾ വിരിക്കപ്പെട്ടു. അങ്ങനെ വെളിച്ചം പ്രാപിച്ച ഒരു ഭാരതമാണ്, ഒരു ദേശമാണ് നാം വസിക്കുന്ന ഇന്ത്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ത്യയെ ഉൾപ്പെടുത്താതെ, കേരളത്തെ ഉൾപ്പെടുത്താതെ, അടൂരിനെ ഉൾപ്പെടുത്താതെ സുവിശേഷത്തെ അവതരിപ്പിക്കാനായിട്ട് കഴിയുകയില്ല. ഇന്ന് കാണുന്ന ഈ സാമൂഹിക പരിഷ്കൃതമായ അനുഭവത്തിലേക്ക് എന്തിനേറെ പറയുന്നു, ഇന്ന് നമ്മുടെ രാജ്യം ലോകോത്തര രാജ്യങ്ങൾക്ക് മുമ്പിൽ 3-ാം സ്ഥാനത്തിൽ സൈനിക സാമ്പത്തിക ശക്തിയായിട്ട് ഉയർന്നു നിൽക്കുമ്പോൾ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതായ രാഷ്ട്രീയ ആ തന്ത്രജ്ഞന്മാരെയും മറ്റ് സൈന്യാധിപന്മാരെയും തത്വജ്ഞാനികളെയും ഒന്നും വിസ്മരിക്കുന്നില്ല. പക്ഷേ അവർക്ക് ആദർശങ്ങളും ആശയങ്ങളും അതിനനുസരിച്ചുള്ള ആവിഷ്കാരങ്ങളും ഇവിടെ നടപ്പാക്കാൻ പ്രേരിതമായി തീർന്ന ഘടകം ഞങ്ങൾ ഉയർത്തി പറയുന്ന ഈ ബൈബിളിന്റെ കേന്ദ്രബിന്ദുവായ യേശു ക്രിസ്തുവിന്റെ ദിവ്യ സാന്നിധ്യമാണ്. ഇന്ന് രാത്രിയിൽ ജീവിതത്തിന്റെ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ കൂടെ മനസ്സ് മരവിച്ചവരായി, വിളക്ക് കെട്ടവരായി, പ്രകാശമില്ലാത്ത ഇരുൾ പിടിച്ച ഇടവഴിയിൽ കൂടെ നടക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഉത്തരം കിട്ടാത്ത ചോദ്യമായിട്ട് നിങ്ങൾ ഇനി അലയേണ്ടതായിട്ടില്ല. നിങ്ങൾക്ക് വെളിച്ചമായി ഇറങ്ങി വരുന്ന ഒരുവൻ ഇന്ന് രാത്രിയിൽ ഈ ഗ്രാമത്തിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഈ പന്തലിന്റെ ഉള്ളിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അത് പ്രേക്ഷകരായ പ്രിയപ്പെട്ടവർ, ഭക്തരായ ജനങ്ങളാണെങ്കിലും ഭക്തിക്ക് വിരുദ്ധമായി ജീവിക്കുന്ന ആളുകളാണെങ്കിലും നിങ്ങളുടെ ഉത്തരം കിട്ടാത്ത ചോദ്യത്തിന് മുമ്പോട്ടുള്ള വഴികൾ കാണിക്കുവാൻ ജീവന്റെ വിളക്കുമായി വെളിച്ചമായി ഇറങ്ങി വന്നിട്ടുള്ള അരുമനാഥനെ ആത്മക്കണ്ണുകളോടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുവെങ്കിൽ വാക്കുകളുടെ അകമ്പടികളില്ലാതെ, പരപ്രേരണകളില്ലാതെ അന്തരാത്മാവിൽ ജ്വലിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രകാശത്തിൽ നിന്നുകൊണ്ട് ആ കരമൊന്ന് ചലിപ്പിച്ച്, ആ ധരങ്ങളൊന്ന് ചലിപ്പിച്ച് ഗന്ധനാളത്തിൽ നിന്നും സ്തോത്രത്തിന്റെ ആരാധനയുടെ സ്തുതികൾ ഉയർത്തി ഇന്ന് രാത്രി ഈ പ്രകൃതിയെ ഒന്ന് അലങ്കരിക്കാൻ കഴിയുന്നുവെങ്കിൽ അതൊരു അനുഗ്രഹത്തിന്റെ തിരമാലയായി ഈ ദേശത്തിലേക്ക് പടർന്നു പന്തലിക്കുന്നു. മാത്രമല്ല, ദേശത്തെ അടക്കി വാഴുന്ന ദുർഭൂത ശക്തികളുടെ കോട്ടങ്ങൾ ഇടിഞ്ഞു മാറിയിട്ട്, പാരമ്പര്യത്തിന് മതിൽക്കെട്ടുകൾ തകർന്നു വീണിട്ട്
മനുഷ്യനെ പിടിച്ചു കെട്ടിയിരിക്കുന്ന അന്ധകാരത്തിന്റെ വടവേരുകളെ അറുത്തുമാറ്റി മനുഷ്യ വിമോചനത്തിന്റെ ശൈവ സാന്നിധ്യം പരിവർത്തനത്തിന്റെ പ്രവർത്തനം രാത്രിയിൽ വെളിപ്പെടും. വിശ്വസിക്കുന്നവർ, ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുന്നവർ, ദേശത്തിന്റെ വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ, രാജ്യത്തിന്റെ സുവിശേഷീകരണത്തിന് വേണ്ടി മുട്ടുമടക്കുന്നവർ, ഇന്ന് രാത്രി ഒരുവനെങ്കിലും ഉണ്ടെങ്കിൽ അല്പസമയം നമുക്ക് ദൈവത്തെ ഒന്ന് ആരാധിക്കാം. നിങ്ങൾ ആരാധിക്കുന്നവരാണെന്നറിയാം. പക്ഷെ ഇന്നത്തെ രാത്രിയിലെ ഈ ആരാധന ദൈവമഹത്വം കൊണ്ടുകൊണ്ടാകട്ടെ, ദൈവത്തെ വിശ്വസിച്ചുകൊണ്ടാകട്ടെ. പാലസ്തീനെ പ്രകാശിപ്പിച്ച ദൈവം, ഇന്ത്യയെ പ്രകാശിപ്പിച്ച ദൈവം, കേരളത്തെ പ്രകാശിപ്പിച്ച ദൈവം ഇപ്പോഴും മനസ്സിൽ ഇരുട്ട് പിടിച്ചെടുക്ക ചില ആളുകൾ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവരെ പ്രകാശിപ്പിക്കാൻ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ഒന്ന് സന്തോഷത്തോടെ മഹത്വപ്പെടുത്താം. ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. പരിമിതമായ സമയമാണ് എങ്കിലും ഞാൻ പരിജ്ഞാനത്തിൽ തന്നെ ഈ കാര്യങ്ങൾ ഇവിടെ സംസാരിച്ച് നിർത്തുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ആ പരിവർത്തനത്തിന്റെ അല്ലെങ്കിൽ ആ വെളിച്ചത്തിന്റെ ആ വലിയ സ്വാധീനമുണ്ടാകുന്ന ഒരു ഭൂപ്രദേശത്തിന്റെ ചരിത്രമാണ് ഇന്ന് രാത്രിയിലെ ലഘു ചിന്തകൾക്ക് വേണ്ടി നമ്മൾ കടമെടുത്തിട്ടുള്ള ഭാഗം. ഇച്ചിരി ഹൈസ് കുറച്ചിട്ടുകയാണെങ്കിൽ ഈ കേൾവിക്കാരുടെ ചെവികൾക്ക് ഇച്ചിരി, എൻ്റെ ഒരു സ്വഭാവം ഈ എത്ര പിടിച്ചു നിന്നാൽ ഈ ആവേശഭരിതമായി ശബ്ദം ഉയർത്തു. അപ്പോൾ അത് എങ്ങനെ പറഞ്ഞാലും കേൾവി ഒരു സുഖമാകുന്നില്ല. ഹൈസ് ഇച്ചിരി കുറച്ചാൽ മതി. താങ്ക് യു. അപ്പോൾ യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ പ്രവർത്തന കേന്ദ്രം ഗലീല എന്ന് പറയുന്ന ഒരു ജില്ലയാണ്. അന്ന് ഈ പാലസ്തീനെ 3 ജില്ലകളായിട്ട് റോമൻ ഗവൺമെന്റ് തിരിച്ചിരുന്നു. ഒന്ന് യഹൂദിയ, പിന്നെ ശമരിയ, പിന്നെ ഗലീലിയ. ഈ ഒരു വിഭജനത്തിലേക്ക് വരുന്നതിന് മുമ്പ് യഹൂദ രാഷ്ട്രീയ പശ്ചാത്തലങ്ങൾ പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിന് തൊട്ടു മുമ്പുള്ള കാലഘട്ടങ്ങളിൽ ഇസ്രായേൽ യഹൂദിയർ എന്ന പേരോടുകൂടിയാണ് നിലനിൽക്കുന്നത്. അതിന് തൊട്ടു മുമ്പുള്ള കാലഘട്ടത്തിൽ ഇസ്രായേൽ എന്ന് മാത്രമായ ഒരു പേരോടുകൂടെയാണ് അറിയപ്പെടുന്നത്. അതിന് തൊട്ടു മുമ്പുള്ള കാലഘട്ടങ്ങളിൽ എബ്രായർ എന്ന പേരോടുകൂടെ അറിയപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ അബ്രഹാമിൽ നിന്നും ഉത്ഭവിച്ച ജനതതികൾ എന്ന നിലയിൽ എബ്രായരെന്നും, അബ്രഹാമിന്റെ മകനായിരിക്കുന്ന യാക്കോബിൽ കൂടെ പിന്നെ ഈ ജനതതികൾ പിന്നീട് ഇസ്രായേൽ എന്ന നാമകരണത്തിലേക്കും, പിന്നീട് ശലോമോൻ ഭരണ സംവിധാനത്തിലേക്ക് വരുമ്പോൾ രാജ്യം വിഭജിക്കപ്പെട്ടതിന്റെ കാരണത്താൽ യഹൂദ രാജ്യമെന്നും ഇസ്രായേൽ രാജ്യമെന്നും തരംതിരിക്കുന്നു. പിന്നീട് വൈദേശിക ശക്തികൾക്ക് മുമ്പിൽ അടിമപ്പെട്ടു പോകുമ്പോൾ അതാത് രാജ്യങ്ങൾ നടത്തിയ ഇടപെടലിന്റെ ഭാഗമായി ഈ പറയുന്ന ഭൂപ്രദേശങ്ങൾക്ക് പേരുകളൊക്കെ മാറി. റോമൻ ഗവൺമെന്റ് ഈ ഭൂപ്രദേശത്തെ ഭരണത്തിനായിട്ട് ഏറ്റെടുക്കുമ്പോൾ ഇതിനെ പിന്നീട് സിറിയ എന്നും പലസ്തീന എന്നും പേരോടുകൂടെയാണ് മാറ്റുന്നത്. അപ്പോൾ പാലസ്തീൻ എന്ന് പറയുന്ന ആ ഭൂപ്രദേശത്തിലുള്ള 3 ജില്ലകളാണ് യഹൂദിയ, ശമരിയ, ഗലീലിയ. യഹൂദിയ എന്ന് പറയുന്നത് ഓർത്തഡോക്സ് വരേണ്യവർഗത്തിൽ യഹൂദന്മാർ ജീവിക്കുന്ന സ്ഥലമാണ്. യഹൂദിയ ജില്ലയിലാണ് ബത്ലഹേമും അപ്പോൾ തന്നെ യെരുശലേം പട്ടണവും യെരുശലേം ആലയവും ഒക്കെ. മതത്തിന്റെ അമിതമായ ഭക്തി, മതം പിന്നീട് വാണിജ്യമാക്കി വ്യവസായവൽക്കരിച്ചുകൊണ്ട് മതത്തിന്റെ ആ ആദർശങ്ങളെ അവർ ഒരു ലാഭമായ ബിസിനസ് സംവിധാനമാക്കി അങ്ങാടിയിൽ വന്ദനവും മുഖ്യാസനങ്ങളും തേടി നടക്കുന്ന, അകത്ത് ചീഞ്ഞഴുകിയ ധാർമ്മിക അധപ്പതനം സംഭവിച്ച സ്വഭാവത്തിനുടമകളും പുറമേ വെള്ള ധരിച്ച ഭക്തിയുടെ വേഷം ധരിച്ച ആളുകളുടെ സ്വാധീനങ്ങൾ കൊണ്ട് നിറയപ്പെട്ട ഒരു മണ്ഡലമാണ് യഹൂദിയ എന്ന് പറയുന്ന ജില്ല. അവരെ സംബന്ധിച്ച് ജാതി വ്യവസ്ഥകൾ, ഉച്ചനീതത്വങ്ങൾ, അല്ലെങ്കിൽ മനുഷ്യനെ തട്ടുകളായി വേർതിരിച്ച് കാണുന്നതായ വൃത്തികെട്ട ആ ചിന്താഗതികൾ അങ്ങനെയൊക്കെ ആ ദേശത്തുണ്ട്. അവിടെയാണ് യേശു ക്രിസ്തു പിറക്കുന്നത്. പക്ഷെ യേശു അവിടെ പിറന്നിട്ട് കൃത്യമായിരിക്കുന്ന പാരമ്പര്യപ്രകാരം, കൃത്യമായിരിക്കുന്ന പ്രവചനപ്രകാരം യഹൂദയ ഓർത്തഡോക്സ് സാമുദായിക വ്യവസ്ഥകളിൽ താൻ ജനിക്കപ്പെട്ടിട്ടും ആ ഭൂപ്രദേശത്ത് താമസിക്കാതെ അവിടെ നിന്ന് തൊട്ട് സമീപത്ത് കിടക്കുന്ന ശമരിയ കടന്നിട്ട് അവിടെ നിന്നും മുമ്പോട്ട് നടന്ന് ഈ ഗലീലയിൽ വന്നതിന്റെ പിന്നിലെ കാരണം എന്താണ്? അതാണ് മാന്യ സഹോദരി വായിച്ചു കേൾപ്പിച്ചത്. മറ്റൊന്നുമല്ല, വിസ്താര ഭയത്താൽ ഒറ്റ വാക്കിൽ ഞാനത് പറയാം. ആ പ്രദേശം ശമരിയും ഗലീലയും അടക്കമുള്ള ഭൂപ്രദേശങ്ങൾ പ്രത്യേകിച്ച് ആ സമയ സാഹചര്യങ്ങളിൽ ഇരുട്ട് പിടിച്ചു കിടക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് ഇരുട്ട് പിടിച്ചു കിടന്നത്?
അവിടെ പള്ളിയില്ലാത്തത് കൊണ്ടാണോ? ആരാധനയില്ലാത്തത് കൊണ്ടാണോ? യഹൂദ ജാതികളുടെ ഇടപെടലുകൾ ഇല്ലാത്തത് കൊണ്ടാണോ? ഗവൺമെന്റിന്റെ നോട്ടമില്ലാത്തത് കൊണ്ടാണോ? സാഹിത്യകാരന്മാരും സാമ്പത്തിക ആളുകളും സാമ്പത്തിക വിദഗ്ധരും സാഹിത്യകാരന്മാരും സാംസ്കാരിക നേതാക്കന്മാരും ഒന്നും ഇല്ലാത്തത് കൂടി എല്ലാം ഉണ്ട്. പക്ഷെ മനുഷ്യത്വത്തിന് പ്രാധാന്യതയില്ല. മനുഷ്യൻ അവിടെ പ്രാധാന്യത കൊടുക്കുന്നില്ല. യേശു ക്രിസ്തു ഗലീലയിൽ വന്നു എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കാം. ഒന്ന്, അവൻ നസ്രേത്തുകാരനെന്ന് അറിയപ്പെടണമെന്നുള്ളതൊരു പ്രവചനമാണ്. രണ്ട്, അവൻ ഗലീലിയൻ എന്നും അറിയപ്പെടണമെന്നും ഒരു പ്രവചനമാണ്. മൂന്ന്, സുവിശേഷത്തിന്റെ ഈറ്റില്ലമായി മാറേണ്ട ഒരു ഭൂപ്രദേശമാണ് ഗലീല എന്ന് പറയുന്നത്. നാല്, യഹൂദ്യ ഈ ഗലീലിയ എന്ന് പറയുന്ന സ്ഥലം ഇപ്പോൾ ഹെരോദാവിന്റെ ഗലീല എന്നാണ് അറിയപ്പെടുന്നത്. മറ്റൊരു പേര് പറഞ്ഞാൽ ജാതികളുടെ ഗലീല എന്നാണ് പറയപ്പെടുന്നത്. 97 കിലോമീറ്റർ നീളത്തിൽ 45 കിലോമീറ്റർ വീതിയിൽ നിലനിൽക്കുന്ന ഈ കൊച്ചു ഭൂപ്രദേശത്തിന്റെ മുഖ്യ വരുമാന സ്രോതസ് ഗലീല തടാകമാണ്. അവിടെയുള്ള 153-ലധികം വരുന്ന മത്സ്യങ്ങളെ കൊണ്ട് അത് പിടിച്ച് വിറ്റ് കഴിച്ച് ജീവിക്കുന്ന സാധാരണപ്പെട്ടവരിൽ സാധാരണക്കാരായ ആളുകളാണ് ജീവിക്കുന്നത്. ഉത്തര ഗലീല എന്നും അല്ലെങ്കിൽ പിന്നെ മലയിടുക്കിലുള്ള ഗലീല എന്നും താഴ്വാരത്തിലെ ഗലീല എന്നുള്ള പേരുകളൊക്കെ അവിടെയുണ്ട്. അതിൽ ഒരു വിഷയത്തെ മാത്രമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. പ്രകൃതികൾ കൊണ്ട് വളരെ രമണീയമായ അന്തരീക്ഷമാണ് ഗലീലയുടെ പശ്ചാത്തലമെങ്കിലും കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളാണ് അവിടെ കാണാനുള്ളതെങ്കിലും അവിടെ ഇല്ലാത്ത ഒന്നാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്, ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത്. ഗലീലിലെ പ്രസിദ്ധമായ നിരവധി പട്ടണങ്ങളുണ്ട്. ഗദര, കാന, കഫർനഹൂം, ബത്സയിദ, അങ്ങനെ തുടങ്ങുന്ന നിരവധി പട്ടണങ്ങൾ. ദെക്കേപ്പൊലി എന്ന് പറയുന്ന ഗ്രീക്ക് നാമത്തിന്റെ പേര് 10 പട്ടണം എന്നാണ്. ഈ ഗലീല കടലിന്റെ അക്കരെയുള്ള 10 പട്ടണങ്ങൾ അടക്കം ഗലീലയുടെ ചുറ്റുവട്ടം കിടക്കുന്നതായ എല്ലാ പട്ടണങ്ങളും ആകെക്കൂടെ കൂട്ടി നോക്കിയാൽ 120 കിലോമീറ്റർ. ഈ യേശുക്രിസ്തുവിന്റെ പ്രവർത്തന കാലഘട്ടത്തിൽ വാഹന സംവിധാനമില്ലാതിരുന്നപ്പോൾ, ഉച്ചഭാഷയുടെ സഹായമില്ലാതിരുന്നപ്പോൾ കാൽനടയായും കഴുതപ്പുറത്തുമൊക്കെയായി യേശു കടന്നു എന്ന് ഈ പട്ടണങ്ങളിലെ എല്ലാ ഇടങ്ങളിലും ഗ്രാമങ്ങളിലും സിനഗോഗുകളിലും മലകളിലും താഴ്വാരങ്ങളിലും ദൈവരാജ്യത്തിന്റെ പ്രഘോഷണങ്ങൾ നടത്തി. സുവിശേഷത്തെ കുറിച്ചുള്ള പ്രതിജ്ഞാബദ്ധമായിരിക്കുന്ന ചിന്തകൾ വേട്ടയാടുന്ന വ്യക്തികൾക്ക് കാലാവസ്ഥയോ സാഹചര്യമോ സാമ്പത്തികമോ ഒന്നും ഒരു വിഷയമായി തീരില്ല. അതിന് കാരണം അകത്ത് കത്തുന്ന വെളിച്ചം എങ്ങനെയെങ്കിലും സമീപത്തിലേക്കൊന്ന് കത്തിച്ചു കൊടുക്കാനുള്ള ഒരു ആവലാതി അവർക്ക് മുമ്പിലെടുത്തുകൊണ്ട് ഭീഷണിയോ മതപരമായിരിക്കുന്ന ഇടപെടലുകളോ സാമ്പത്തിക പ്രശ്നങ്ങളോ അവിടെ തടുത്തു നിർത്തുന്നില്ല. അതിന് കാരണം അതിനുവേണ്ടി നിയോഗം കൊടുക്കുന്നത് മനുഷ്യനല്ല, വെളിച്ചത്തിന്റെ മറ്റൊരു ഭാഗമായ പരിശുദ്ധാത്മാവിന്റെ ശക്തി. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്നുള്ള ബൈബിൾ പ്രവചനത്തിന്റെ ഒരു പൂർത്തീകരണമാണ് സത്യത്തിൽ സുവിശേഷീകരണത്തിന്റെ ഭാഗമായി ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും കാണാനായിട്ടില്ലെന്ന് വന്നാലും നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത മറ്റൊരു കാര്യം ഞങ്ങളുടെ ഉൾത്തടത്തിലുണ്ട്. അത് മറ്റൊന്നുമല്ല, ദൈവരാജ്യത്തിന്റെ തീജ്വാല, പരിശുദ്ധാത്മാവിന്റെ തീജ്വാല, നിത്യതയെക്കുറിച്ചുള്ള ദൈവ വെളിച്ചത്തിന്റെ തീജ്വാല, യേശു എന്ന അമൂല്യമായ ലോക വെളിച്ചത്തെ കുറിച്ചുള്ള വ്യക്തമായിരിക്കുന്ന അറിവ് അത് പ്രാപിക്കണമെന്നൊരു ആഗ്രഹത്തോടുകൂടെ ഇന്ന് രാത്രി ഞങ്ങൾ സുവിശേഷം അതിന്റെ ആധികാരികത കൊണ്ട് വിളിച്ചു പറയുന്നു, യേശുവിനെ അറിയുക, യേശുവിനെ അറിയുക. അപ്പൊ യേശു ഗലീലയിലേക്ക് വന്നു. ഗലീലയിൽ വരുമ്പോൾ ഗലീലയിൽ ഉണ്ടായിരിക്കുന്ന സാഹചര്യങ്ങൾ വളരെ വളരെ ദയനീയപരമാണ്. ആ ഗലീലയുടെ സാഹചര്യങ്ങളാണ് ഞാൻ അടുത്ത ഏതാനും ചില മിനിറ്റുകൾക്കുള്ളിൽ പറഞ്ഞു നിർത്താനായിട്ട് താല്പര്യപ്പെടുന്നത്. ഇവിടെ യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷയ്ക്ക് ശേഷം യേശു ഗലീലിലേക്ക് പ്രവേശിച്ചു എന്നാണ് വായിക്കുന്നത്. അതിന് തൊട്ടുമുമ്പ് ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യമാണോ 14-ാമത്തെ വാക്യമാണോ വായിക്കുന്നു. യേശു ആത്മാവിന്റെ ശക്തിയോടുകൂടെ ഗലീലിലേക്ക് മടങ്ങി വന്നു. മറ്റൊരു ഭാഗത്ത് വായിക്കുന്നത് ഗലീലക്കാർ അവനെ സ്വീകരിച്ചു. അവൻ ചെല്ലുകയും ജനം അവരെ സ്വീകരിക്കുകയും ചെയ്തതുകൊണ്ടാണ് സത്യത്തിൽ ആ ഗലീലയ്ക്ക് ആകമാനമായൊരു പരിവർത്തനം ഉണ്ടാകുന്നത്. ഗലീലയുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് വിപ്ലവ ഭൂമിയാണത്. തീവ്രവാദികൾ കൊണ്ട് നിറയപ്പെട്ട ഒരു ഭൂപ്രദേശമായിരുന്നു ഗലീല എന്ന് പറയുന്നത്. ദേശീയ വിപ്ലവം, ദേശീയതയ്ക്ക് വേണ്ടി നടത്തുന്ന വല്ലാത്ത വിപ്ലവത്തിന്റെ വീര്യമൂറുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന ചെറുപ്പക്കാരെ കൊണ്ട് ആ ദേശം നിബിഡമായിരിക്കുകയാണ്.
ദേശീയത എന്ന് പറയുന്നത് ശരിക്കും പാരമ്പര്യമായിട്ട് തന്നെ ബന്ധപ്പെട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു വർഗീയവാദം എന്ന് തന്നെ നമുക്ക് പറയാം. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ LTT. പിന്നീട് നടക്കുന്ന ഓരോ കാര്യങ്ങൾ, എന്തിനേറെ പറയുന്ന ഈ അടുത്ത നാളിൽ നടന്ന മണിപ്പൂരിൻ്റെ സംഭവം വരെയുള്ള കാര്യങ്ങൾ പൂർവ്വകാലങ്ങളിലെ ലോക മഹായുദ്ധത്തിന് തിരികൊളുത്തുവാൻ കാരണമായ ആ നാസി പ്രസ്ഥാനത്തിന്റെ സ്വേച്ഛാധിപതി ഹിറ്റ്ലറുമൊക്കെ വിഭാവനം ചെയ്തതൊക്കെ ഇത്തരത്തിലുള്ള ദേശീയവാദത്തിന്റെ വർഗീയവൽക്കരണത്തിന്റെ ഭാഗമായി നടത്തിയിട്ടുള്ള നരനായാട്ടുകളാണ്. അപ്പോൾ മക്കാബിയ സൈമണിസം എന്ന് പറയുന്ന ആളുകളുടെ നേതൃത്വത്തിൽ ആ പുരോഹിതനും അദ്ദേഹത്തിന്റെ മക്കളും അഴിച്ചുവിട്ട ദേശീയവാദത്തിന്റെ പിന്തുടർച്ചകൾ കൊണ്ട് ഗലീലയുടെ ഓരോ കോണുകളും ഭീതികരമായ അന്തരീക്ഷത്തിൽ നിലനിൽക്കുകയാണ്. ഒളിപ്പോരുകൾ, ഗറില്ല യുദ്ധങ്ങൾ കൊണ്ട് അവിടെ നിമിടമാക്കപ്പെട്ടു. അങ്ങനെയുള്ള ചില ആളുകളെയാണ് പിലാത്തോസ് വിളിച്ച് ആ കഴുത്തറുത്ത് കൊല്ലുന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ, അറസ്റ്റ് ചെയ്തതിനെ കുറിച്ചൊക്കെ കാണാനായിട്ട് കഴിയുന്നത്. വിപ്ലവ സഹജമായിരിക്കുന്ന സാഹചര്യങ്ങൾ കൊണ്ട് നിറയപ്പെട്ട ആ ഭൂപ്രദേശം എന്ത് സമാധാനം ആ മനുഷ്യനുണ്ടാകുന്നത്? ജീവനെ പേടിച്ച് വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയത്തില്ല. ഏത് രാത്രിയിലാണ് വാളുമായിട്ട് അവരൻ മതത്തിന്റെ പേരിൽ, വർഗീയതയുടെ പേരിൽ വീട് കയറുന്ന ആക്രമിക്കുന്നതെന്നും അപ്പനെ വെട്ടി തുണ്ടമാക്കുന്നതും മകനെ പിടിച്ചുകൊണ്ടു പോകുന്നതും ആ വീട്ടിലെ പെൺകുട്ടിയെ പരസ്യമായി ബലാത്കാരം ചെയ്തതെന്നും അറിയത്തില്ല. അതന്നും അതെ, ഇന്നും അതെ. മനുഷ്യത്വത്തിന് യാതൊരു പ്രാധാന്യതയില്ല. എന്തിന്റെ പേരിലാണ്? അധികാരത്തിന് വേണ്ടി, അവകാശത്തിന് വേണ്ടി, ദൈവവിശ്വാസത്തിന് വേണ്ടി മനുഷ്യത്വരഹിതമായിരിക്കുന്ന ഇടപെടലുകൾ നടത്തുന്ന അന്നത്തെ പാലസ്തീന്റെ അനുഭവത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സമകാലിക ലോകത്തിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഇന്നും തെല്ലും കുറവല്ല. ആ സാഹചര്യത്തിന് എങ്ങനെ മാറ്റമുണ്ടാകും? പോലീസ് സംവിധാനങ്ങൾ, പട്ടാള സംവിധാനങ്ങൾ, സൈന്യ വ്യൂഹങ്ങൾ ഇവിടെയുണ്ട്, കോടതി സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. ശക്തമായിരിക്കുന്ന ഇതുപോലെ ടെററിസ്റ്റുകളെ അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനങ്ങളെ എതിരിടുവാനുള്ള കാര്യ നടപടികളൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും ഇതിന് എവിടെയെങ്കിലും തുലോം കുറവ് സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. എന്താ അതിന് കാരണം? അത്തരത്തിലുള്ള അരാജകത്വ സാമൂഹിക വ്യവസ്ഥകൾ അഴിച്ചുവിടുന്നത് മനുഷ്യ മസ്തിഷ്കമല്ല, അവന്റെ ചിന്തകളിൽ കൂടുകൂട്ടിയിരിക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങളാണ്. ഇരുട്ടിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തിടത്തോളം മനുഷ്യന്റെ ജീവിതം ദുസ്സഹമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കും. അതിന് മരുന്നില്ല, മന്ത്രമില്ല, മതിൽ കെട്ടുകളില്ല. മൃഗബലിയും നരബലിയും അടക്കമുള്ള ആചാരങ്ങൾ നടത്തിയാലും മനുഷ്യന്റെ ഇത്തരത്തെ ഭയാനകമായ അന്തരീക്ഷത്തെ മാറ്റിമറിക്കാൻ കഴിയാതിരിക്കുമ്പോൾ സ്നേഹ സാമ്രാജ്യത്തിന് തുടക്കം കുറിച്ച അധിപനായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിപ്പാൻ കഴിയുന്നുവെങ്കിൽ ഏതൊരു നരബലിയും നടത്തുന്നവനെ ഒരു നരസ്നേഹിയാക്കി തീർക്കാൻ കഴിയുമെന്നുള്ളൊരു വാർത്തയല്ലേ ഉദ്ഘാടന പ്രസംഗത്തിൽ നമ്മൾ കേട്ടത്? നരഭോജിയെ നരസ്നേഹിയാക്കിയ ഒരു മാർഗം അമ്പരച്ചോട്ടിൽ പാരിൻ പരപ്പിലുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഉയർത്തി പറയുന്ന നസ്രായന്റെ മാർഗം മാത്രമാകയാൽ ഞങ്ങൾ വിളിച്ചു പറയുന്നു, മറ്റൊരുത്തന് രക്ഷയില്ല. നാം രക്ഷപ്പെടാൻ, സമാധാനമുള്ള ജീവിതം പ്രാപിപ്പാൻ യേശുവല്ലാതെ മറ്റൊരു നാമവും ഇല്ല. അങ്ങനെ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ആരൊക്കെ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട്. അണിനിരത്തി പേരും വിലാസവും പറയാൻ ഞങ്ങൾക്കില്ലാത്തത് കൊണ്ടല്ല, സമയം അനുവദിക്കാത്തത് കൊണ്ടാണ്. സ്നേഹിത, നീ ആഗ്രഹിക്കാത്തതായ മതം, നീ ആഗ്രഹിക്കാത്ത സ്വഭാവ ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട് മതത്തിന്റെ ചാവേറായി, രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ചാവേറായി, പാരമ്പര്യത്തിന്റെ കുടിപ്പകയെ ഹൃദയത്തിൽ ഊട്ടി വളർത്തി, താലോലിച്ചും പാല് കൊടുത്തും വളർത്തി, ഒടുവിൽ നീ ഏതോ കടാരയ്ക്ക് മുമ്പിൽ തീരും മുമ്പ് ആരെയൊക്കെയോ നീ ഊതിക്കാച്ചിയെടുത്ത വടിവാൾ കൊണ്ട് വെട്ടിത്തീർത്ത് നിന്റെയും നീ അനുഭാവനം ചെയ്യുന്ന സമകാലികമായിരിക്കുന്ന ആളുകളെയും ജീവിതത്തെ നശിപ്പിക്കുമ്പോൾ നീ ഓർക്കണം, നിന്റെ ജീവിതം അത്യന്തം അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ സ്നേഹിത, ഇന്ന് രാത്രി ഞങ്ങൾ പറയുന്നു, നിന്റെ ജീവിതം അപകടത്തിലേക്ക് പോകാതെ അത് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ട ഒരേ ഒരു മാർഗം യേശുവിനെ അറിയുക. ഗലീല എന്ന് പറയുന്ന വിപ്ലവ ഭൂമിയെ ഏവരും ഭയപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്ന് ആ ഭൂപ്രദേശം ഇസ്രായേലിന്റെ മുഖ്യ വരുമാന സ്രോതസ്സിന്റെ ടൂറിസം കേന്ദ്രമാക്കി ദൈവം ചരിത്രത്തിൽ തീർത്തതിന്റെ കാരണം എന്താണ്? യേശുവിന്റെ പുണ്യപാദ സ്പർശനം അവിടെ ഏറ്റതുകൊണ്ട്, അവിടുത്തെ കരവിരുതിന്റെ പ്രവർത്തികൾ അവിടെ വെളിപ്പെട്ടതുകൊണ്ട്, അവിടുത്തെ പരിവർത്തനത്തിന്റെ
പരിശുദ്ധാത്മാവിന്റെ മാറ്റൊലിയുടെ ശംഖുനാദം അവിടെ മുഴങ്ങിയതുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങൾ പറയുന്നു, കിരാതമായ നിന്റെ ജീവിത അവസ്ഥകളിൽ നിന്നും സാമൂഹിക അവസ്ഥകളിൽ നിന്നും ഒരു മാറ്റം ഉണ്ടാകണമോ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുക, യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുക. അല്പകാലം മാത്രം ഭൂമിയിൽ നിനക്ക് ജീവിക്കാൻ ദൈവം തന്നിരിക്കുന്ന അവസരം കൊല്ലിനും കൊലപാതകത്തിനും വിട്ടുകൊടുത്ത് രക്തപ്പുഴയൊടുക്കാൻ ഇരുട്ടിന്റെ മറവിൽ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടി അവരെന്റെ നെഞ്ചുകുത്തി തുളയ്ക്കാനുള്ള തീരുമാനത്തെ പ്രതി മുമ്പോട്ട് പോകാതെ ഇന്ന് രാത്രിയിൽ മരണത്തിന്റെ വലിയ സ്വാധീനത്തിന്റെ കരവലയങ്ങൾക്കുള്ളിൽ അടിമപ്പെട്ട് നിൽക്കുന്ന മരണദൂതനായി പിശാച് പണിതിട്ടിരിക്കുന്ന മനുഷ്യനെ ഇന്ന് രാത്രി യേശു നിന്നെ തേടി വരികയാണ്, യേശു നിന്നെ അന്വേഷിക്കുകയാണ്. ചിലര് ചിന്തിക്കുന്നത് ഇളമ്പള്ളിക്കൽ ഗ്രാമത്തിൽ അങ്ങനെ തീവ്രവാദ പ്രവർത്തനം ഉണ്ടോ, ഇവിടെ ഈ പ്രസംഗത്തിന് ആവശ്യമുണ്ടോ എന്നാണ്. ഈ പ്രസംഗത്തിന് ഇവിടെ ആവശ്യമില്ലെങ്കിൽ സഭയ്ക്കകത്തായിരുന്നു യോഗം നടത്തേണ്ടത്, പുറത്തല്ല ഈ സമ്മേളനം നടത്തുന്നത്. ഇവിടെ എവിടെയോ കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ കടക്കം, ലഹരിയിൽ കടക്കം, എന്തിനേക്ക് അകപ്പെട്ടുകൊണ്ട് ജീവിതത്തിന്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ഒരു പറ്റം ചെറുപ്പക്കാർ അവിടെ ഇവിടങ്ങളിലായി ഉണ്ട്. അവരെ നൊന്ത് പ്രസവിച്ച മാതാപിതാക്കന്മാരുണ്ട്. അവർ കേൾക്കാൻ പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ട് പറയിക്കുന്നു, രക്ഷ യേശു ക്രിസ്തുവിൽ കൂടെ മാത്രം. ഒരുപക്ഷെ നീ ക്രിസ്ത്യാനി ആയിരിക്കാം, ദൈവത്തെ വിളിക്കുന്നവരും ദൈവവചനത്തെ കുറിച്ച് ആധികാരികമായ അറിവുള്ള വ്യക്തിയായിരിക്കാം. പക്ഷേ നീ ആഗ്രഹിക്കുന്ന, നീ പ്രതീക്ഷിക്കുന്ന, നീ ചിന്തിക്കുന്ന, മനസ്സിൽ കൂട്ടിവെച്ചിട്ടുള്ള ചില വ്യക്തികൾക്ക് അങ്ങനെ ഒരു ബോധമില്ലെങ്കിൽ ഇന്ന് രാത്രി ആ ബോധത്തിലേക്ക് നയിക്കാൻ ആരാധനായ കർത്താവിന് ഇടപെടലുകൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. കരമുയർത്തി കർത്താവിനൊരു ഹല്ലേലൂയ പറയാം. അങ്ങനെ എത്ര വിപ്ലവകാരികളെ കർത്താവ് ശക്തനായിരിക്കുന്ന ശുശ്രൂഷകന്മാരാക്കി തീർത്തു. ആമേൻ. എന്തിനേറെ പറയുന്നു, കിരാതനും ദുഷ്ടനും അക്രമകാരിയും അല്ലെങ്കിൽ അപകടകാരിയൊന്നും അല്ലായിരുന്നു ഞാനുമെങ്കിലും എൻ്റെ ജീവിതത്തിന്റെ കൗമാരം വിട്ട് യൗവനത്തിലേക്ക് പ്രവേശിക്കുന്ന ആ വഴികളിൽ നടക്കപ്പെട്ട ജീവിത രീതികളുടെ മാറ്റങ്ങൾ ഒന്നുമല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഞാനൊരു വേദനയായി മാറി, എൻ്റെ ഗ്രാമത്തിൽ ഞാനൊരു ചോദ്യചിഹ്നമായി മാറിയ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബദൽ ചിന്താഗതികളിൽ നിന്നുകൊണ്ട് മനുഷ്യത്വം മരവിച്ചു പോയി ഇടപെടലുകൾ നടത്തി ഇതുപോലെയുള്ള സുവിശേഷ സമ്മേളന വേദികളെ നോക്കിക്കൊണ്ട് അതിനെതിരെ ശക്തമായിരിക്കുന്ന ഇടപെടലുകൾ രഹസ്യമായി ഇരുട്ടിന്റെ മറവിൽ നടത്തി. ഇതാണ് ജീവിതം, ഇതാണ് അഭിമാനം, ഇതാണ് പുരുഷത്വം എന്നുള്ള ചിന്താഗതികളിൽ ജീവിച്ചു വന്നതായി എന്നെ ഇന്ന് നൂറുകണക്കിന് വേദികളിൽ നിൽക്കുമാറാക്കിയതും എൻ്റെ അമ്മയ്ക്ക് ഒരു അനുഗ്രഹമാക്കിയതും എൻ്റെ 3 കുട്ടികൾക്ക് നല്ല പിതാവും എൻ്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിക്ക് ഒരു ഭർത്താവുമാക്കി തീർത്തത് ഞാൻ വിളിച്ച ഇൻകിലാബിന്റെ ശബ്ദമല്ല, ഞാൻ വായിച്ചു കൂട്ടിയ പുസ്തകത്താളിന്റെ അക്ഷരക്കൂട്ടങ്ങളല്ല, എൻ്റെ അമ്മാച്ചന്മാർ പഠിപ്പിച്ചതായ ആയോധന മുറകളല്ല, ഞാൻ അനുശാസിച്ച ഒരു വേദാന്തങ്ങളുമല്ല. നസ്രായന്റെ ദിവ്യ സ്നേഹത്തിന്റെ തൂവൽ സ്പർശനം എന്റെ കരളിനെ മാറ്റിമറിച്ചെടുത്തു, പാപബോധത്തിന്റെ ആഴക്കയത്തിലേക്ക് നയിച്ചു. ക്രൂശിൽ നിന്ന് മൂറി വീണ രക്തത്തുള്ളികൾ പാപമംഗിലുമായി എന്റെ മസ്തിഷ്കത്തെ മാറ്റിയെടുത്തു. എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹം തോന്നി. ജീവിക്കുക മാത്രമല്ല, ചിലരെ ജീവിപ്പിക്കാനും കർത്താവൻ ഉപയോഗിച്ചു. ഇന്ന് രാത്രി അകത്തും പുറത്തും നിൽക്കുന്ന ചെറുപ്പക്കാരുടെ സമൂഹത്തോട് ഞാൻ വിളിച്ചു പറയുന്നു, ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി, മരിക്കുന്നെങ്കിലും ക്രിസ്തുവിന് വേണ്ടി. നീ എഞ്ചിനീയറോ വക്കീലോ ഡോക്ടറോ നീ ആരുമായിക്കൊള്ളോ, പക്ഷേ നിനക്ക് നിത്യത സൗജന്യമായി വാഗ്ദാനം ചെയ്ത യേശുവിനെ കുറിച്ച് നിനക്ക് പറയാനും പ്രവർത്തിക്കാനും പ്രസംഗിക്കാനും കഴിയുന്നില്ലെങ്കിൽ നിന്റെ ജീവിതം കൊണ്ട് എന്താ അർത്ഥമുള്ളത് സ്നേഹിത? ഇവിടുത്തെ ഏതെങ്കിലും വൻകൂടാരങ്ങളൊക്കെ വെട്ടിപ്പിടിച്ച് മണിമാളികകൾ കെട്ടിപ്പൊക്കി പണത്തിന്റെ മെത്തയിൽ കിടന്നുറങ്ങി സുഖലോലുപതയുടെ മടിത്തട്ടിൽ നീ വിരാജിച്ച് ജീവിക്കാമെന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ ഇതെല്ലാം ക്ഷണനേരം കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന ദിവസമുണ്ട്. 16,000-ലധികം വരുന്ന ഞരമ്പ് കെട്ടുകൾ കൊണ്ട് നിബിഡമായ നിന്റെ ശരീരത്തിൽ ഒരു ഞരമ്പിന് ക്ഷതം സംഭവിച്ചാൽ കുഴഞ്ഞു വീണുന്നൊരു വാർത്തയും സമൂഹത്തിനും ദുഃഖത്തിനും ഒരു ഓർമ്മ ചിത്രവും അല്ലാതെ മറ്റൊന്നും ലാഭമായി തീരുന്നില്ല. ഇന്ന് രാത്രി അത് വരും മുമ്പ് സ്നേഹിത, ചെറുപ്പക്കാരാ, എന്റെ സമകാലികരായ പ്രിയപ്പെട്ടവരെ, ഒറ്റ വാക്ക് ഞാൻ ആവേശത്തിൽ വിളിച്ചു പറയുന്നു. ഇത് വെറും ആവേശമല്ല, ആത്മാവിന്റെ ആവേശത്തിൽ അനുഭവത്തിൽ വിളിച്ചു പറയുന്നു. യേശുവിനെ അറിയുക, യേശുവിനെ അറിയുക, യേശുവിനെ അറിയുക. മറ്റൊന്നും അറിഞ്ഞില്ലെങ്കിലും യേശുവിനെ അറിയുക. ലോകപ്രസിദ്ധ തത്വജ്ഞാനത്തിന്റെ ഈറ്റില്ലമായ ഗ്രീസിന്റെ
ജ്ഞാന വൈഭവത്തിന്റെ തലതൊട്ടപ്പനായിരിക്കുന്ന സോക്രട്ടീസ് എഴുതി വെച്ചൊരു കാര്യം ഇതുണ്ട്: എല്ലാം എനിക്കറിയാം, എല്ലാത്തിനെയും കുറിച്ചും എനിക്ക് പറയാനറിയാം, പക്ഷേ എനിക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ അറിവെല്ലാം വ്യർത്ഥമാണ്. ഇന്ന് രാത്രി നിന്നെ തിരിച്ചറിയുന്ന രാത്രിയായി തീരട്ടെ. നീ എന്തിനീ ഭൂമിയിൽ വന്നു, നിന്റെ ജന്മത്തെക്കുറിച്ച് ദൈവം എന്താഗ്രഹിക്കുന്നുവെന്ന് ഇന്ന് രാത്രി നിനക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒരു മഹനീയ സുവർണ നിമിഷം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തരുമ്പോൾ ഇതിനെ കേൾക്കാതെ മറികടന്നു പോകല്ലേ. പ്രായത്തിന്റെ ചാവല്യത്തിന്റെ തിരതല്ലലുകൾ നീ ജീവിക്കല്ലേ. കത്തിയെടുത്ത് അടരാട്ടം നടത്തില്ലേ. അമ്മയുടെ നാഭി നോക്കി തൊഴിക്കല്ലേ. പ്രീതമനെ കുടിച്ചു പിടിച്ചിടിക്കല്ലേ. മക്കൾക്ക് നേരെ നീ വാക്കുകളുടെ ശാപത്തിന്റെ ചീത്തയുടെ ശരങ്ങൾ തൊടുത്തുവിടല്ലേ. സമൂഹത്തെ നോക്കി നീ അപഹസിക്കല്ലേ. ഇന്ന് രാത്രി നീ ഒരു മനുഷ്യനായി തീരാൻ ഗലീലയിൽ വെളിച്ചം പകർന്ന യേശു ഇന്ന് രാത്രി തന്റെ ക്രൂശിലേക്ക് നിന്നെ സാദരം സ്വാഗതം ചെയ്യുകയാണ്. ഗലീലയിലെ പട്ടണങ്ങൾ ചരിത്ര പ്രസിദ്ധമായ പട്ടണങ്ങളാണ്. യേശുവിന്റെ പ്രവൃത്തി ആരംഭിക്കുന്നത് ഗലീല. സുവിശേഷത്തിന്റെ ആ വലിയ കാഹളം മുഴങ്ങുന്നത് ഗലീല. യേശു ദൈവപുത്രനാണെന്ന് ആ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കേണ്ടതിന് അദ്ദേഹം നടത്തുന്ന ആദ്യത്തെ അത്ഭുതത്തിന്റെ പ്രവൃത്തി ഗലീലയിലെ കാന എന്ന് പറയുന്ന ആ പട്ടണത്തിൽ ഒരു ഗ്രാമത്തിൽ ഒരു വീട്ടിലാണ്. യേശുവിന്റെ കസിൻസ് എന്ന് ഈ വേദപണ്ഡിതന്മാരും ചരിത്രകാരന്മാരും ഒക്കെ അഭിപ്രായപ്പെടുന്ന ആ കാനയിലെ വീട്ടിൽ വരുമ്പോൾ ആ കല്യാണ വീട്, വിരുന്ന വീട് ആനന്ദത്തിന്റെ നൃത്തച്ചവിടുകൾ കൊണ്ട് മുഖരിതമാകേണ്ടതായിരുന്നു. പക്ഷേ ആനന്ദം വിട്ടുപോയി ആ വീട് ഒരു വിലാപത്തിന്റെ ശോകമൂകമായ അന്തരീക്ഷത്തിലേക്ക് മാറ്റപ്പെട്ടു. വിളിച്ചു വരുത്തിയവരും അങ്കണത്തിലുള്ളവരും അടുക്കളയിലുമുള്ളവരടക്കമെല്ലാം സന്തോഷമെന്നറിയാതെ മ്ലാനമുഖ വദനരായി നിൽക്കുന്ന സാഹചര്യത്തിൽ യേശുവിന്റെ അമ്മ നടത്തുന്ന ഒരു പ്രത്യേക ഇടപെടലുകളും തുടർന്ന് യേശു നടത്തുന്ന പരിവർത്തനത്തിന്റെ പ്രവർത്തനങ്ങളും ആ കുടുംബത്തിന്റെ വിലാപങ്ങൾ നൃത്തമാക്കി തീർത്തു. ഒരു വിരുന്നുവാഴികൾക്കും പരിഹരിക്കാൻ കഴിയാത്ത, ഒരു കലവറക്കാരനും പരിഹരിക്കാൻ കഴിയാത്ത, ഒരു അധികാരികൾക്കും പരിഹരിക്കാൻ കഴിയാത്ത മഹത്തായ പ്രശ്ന പരിഹാരം യേശു പരിവർത്തനത്തിൽ കൂടെ നടത്തി. വാങ്ങിക്കൊണ്ടുപോയ വിരുന്ന് വിളമ്പുമ്പോൾ പറയണം, ആമ ഇത് എവിടെ നിന്നാണെന്ന്. അത് വിരുന്നുവാഴി അറിഞ്ഞില്ലെന്നാ വായിക്കുന്നേ. അത് തന്നെയാ പറയാൻ ഞങ്ങൾക്കുള്ളത്. ഈ രാജ്യം ഇങ്ങനെയായി തീർന്നത് ചില വിരുന്നുവാഴികൾക്കറിയില്ല. അറിയാവുന്നവർ ചരിത്രത്തെ മണ്ണിട്ട് മൂടാൻ ശ്രമിക്കുന്നുവെങ്കിൽ ഇനി അത് നടക്കുകയുമില്ല. ഇതിങ്ങനെയായി തീർന്നത് പരിവർത്തനത്തിന്റെ പ്രവൃത്തി ഈ ഭൂപരപ്പിൽ ഉണ്ടായതുകൊണ്ടാണ്. ശോകമൂകമായ തളം കെട്ടിയ ഇരുട്ടിനെ പ്രകാശമാക്കിയത് നസ്രായന്റെ ഇടപെടലുകളായിരുന്നു കേട്ടോ. നസ്രായന്റെ ഇടപെടലുകൾ. ആ ഭവനം ഏറ്റവും സന്തോഷത്തിലേക്ക് വന്നു. നല്ല അമ്മയെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. കാര്യപ്രാപ്തിയുള്ള അമ്മ, കുടുംബം നോക്കി നടത്തുന്ന അമ്മ, മക്കളുടെ ഭാവി വെള്ളത്തിലാകാതിരിക്കാൻ ശ്രമിക്കുന്ന അമ്മ, സമൂഹത്തിന് മുമ്പിൽ കുഞ്ഞുങ്ങൾ ചോദ്യചിഹ്നമായി തീരാതെ അമ്മ ഇടപെടുന്ന ഒരു അമ്മ. അതൊക്കെ കാനായിയുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട വസ്തുതകളാണ്. വെള്ളം കോരുന്ന ശിക്ഷകണങ്ങളും ഒട്ടും കുറഞ്ഞവരല്ല. എന്തിനേറെ പറയുന്നു, കല്ലിൽ കൊത്തിയെടുത്ത കൽഭരണി അടക്കം ദൈവ പദ്ധതിയിലെ ഉപകരണങ്ങൾ തന്നെയാണ്. ഇന്ന് രാത്രി നാം ഒന്നിച്ചു നിന്നാൽ വിലാപങ്ങൾ നൃത്തമായി തീരും. പ്രാർത്ഥനാധ്വനി എന്ന് പറയുന്ന സംഘടന ഒന്നിച്ചു നിന്നാൽ പേപ്പറിലല്ല, ആത്മാവിന്റെ ബന്ധം, സമാധാന ബന്ധത്തിൽ ഹൃദയത്തിനകത്തലങ്ങൾ സൂക്ഷിച്ചാൽ ഇതുവരെയും ചരിത്രം കാണാത്ത പരിവർത്തനങ്ങൾ നാം ഇനി കാണാൻ പോകുകയാണ്. 15 രാജ്യത്തിലുള്ള പ്രവർത്തനം ഒരു അഭിമാനമൊന്നുമല്ല. രാജ്യങ്ങൾ ഇനിയും ഏറെ കിടക്കുകയാണ്. ജനങ്ങൾ കോടിക്കണക്കിനാണ്. അവിടെയെല്ലാം പരിവർത്തനം ഉണ്ടാകാൻ പ്രാർത്ഥന തന്നെ ശരണം. അമ്മ വന്ന് മകനോട് അവതരിപ്പിക്കുന്ന പ്രാർത്ഥന പോലെ, അപേക്ഷ പോലെ ഈ ദിവസങ്ങൾ നമുക്ക് ക്രൂശിന്റെ മുമ്പിൽ മുട്ടുമടക്കാം. അയൽവാസികൾക്ക് വേണ്ടി, ബന്ധുക്കൾക്ക് വേണ്ടി, സുഹൃത്തുക്കൾക്ക് വേണ്ടി. എന്തിനേറെ പറയുന്നു, ആത്മീയത്തിൽ ശോഷണം സംഭവിച്ച് പിറുപിറുപ്പിന്റെ ഗദ്ഗതനങ്ങൾ വിടുന്നതായ തൊട്ടടുത്തുള്ള ആമേ നമ്മുടെ പായലിരുന്ന് ആരാധിക്കുന്ന സഹജീവിയായ വിശ്വാസികളുടെ വേദനയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥനയിലൂടെ നമ്മുടെ പ്രാർത്ഥനയുടെ ധ്വനി സ്വർഗത്തെ ചലിപ്പിക്കട്ടെ. കരമടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. പ്രാർത്ഥിക്കുന്നവർ പരാജയപ്പെടില്ല കേട്ടോ. മറിയ പരാജയപ്പെട്ടില്ല. അവളുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടു. ആ കുടുംബമല്ല മാറിയത്, ആ സമൂഹമാണ് മാറിയത്. ആ കാന എന്ന് പറയുന്ന പട്ടണം തന്നെ മാറി. ആ പട്ടണത്തിന്റെ പരിവർത്തനത്തിന്
തുടക്കം കുറിക്കാൻ ദൈവം നടത്തിയ ഇടപെടലുകൾ, ചരിത്ര ഇടപെടലുകൾ, അത് പച്ചവെള്ളത്തെ വീഞ്ഞാക്കുക എന്നുള്ളതാ. എന്ന് പറഞ്ഞാൽ ദ്രവത്തിന്മേലും വസ്തുക്കൾ മേലും പ്രകൃതിയുടെ മേലും മനുഷ്യന്റെ മേലും എന്ന് പറഞ്ഞാൽ ഈ ആകാശത്തിന് കീഴിലുള്ള എല്ലാ കാര്യാദികളിലും വലിയ അധികാരമുള്ളവനാണ് എൻ്റെ കർത്താവ്. ആകാശത്തിന് കീഴിൽ മാത്രമല്ല, ആകാശത്തിലുള്ളതും ആകാശത്തിന് മുകളിലുള്ളവനും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകൾ ഒരുപോലെ മടങ്ങുന്ന അധികാരമുള്ള നാമത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് കരമടിച്ചൊന്ന് ആരാധിക്കാൻ കഴിഞ്ഞാൽ അതിന്ന് രാത്രി നിന്റെ ശരീരത്തിന്റെ ജീർണിച്ച അവസ്ഥകൾക്കൊരു സൗഖ്യമായി, ആമേൻ മരവിച്ചിരിക്കുന്ന മേഖലകൾക്കൊരു ഉണർവായി, ചത്തിരിക്കുന്ന അവസ്ഥകൾക്കൊരു പുതുജീവനായി, വിറങ്ങലിച്ചിരിക്കുന്ന സാഹചര്യങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത അനുഭവങ്ങൾക്ക് ഉത്തരമായി വെളിപ്പെടുത്താൻ ശക്തനായവൻ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. കൊമ്പൂതിയും കമ്പടിച്ചും ആമെ വിറവിലുകളിച്ചും കാണിക്കുന്ന ഉണർവൊന്നുമല്ല, അന്തരാത്മാവിൽ ദൈവ സാന്നിധ്യത്തിന്റെ സ്പർശനം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉണർവുണ്ടല്ലോ, അതൊരു വലിയ തരംഗമായി തീരാൻ പോകുകയാണ്. ദൈവത്തിന്റെ ഇടപെടലുകൾ അനുഭവിക്കുന്നവർക്കായി ഈ ദിവസങ്ങളിൽ ദൈവം അയക്കാൻ പോകുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ തിരിച്ചറിയുന്നവർ ആമേൻ പറ. പറയാനേറെ കാര്യമുണ്ട്, പക്ഷെ ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഒരു കാര്യം പറഞ്ഞു നിർത്താം. ഗലീലയിലെ മറ്റൊരു പ്രദേശമാണ് ഗദര. ഗദര ഗദര ചുണ്ണാമ്പ് കല്ലുകൾ കൊണ്ട് നിബിഡമായ ഒരു മലഞ്ചെരിവ്. അവിടെ യഹൂദരാണ് ജീവിക്കുന്നത്. ഗ്രീസിന്റെ ആധിപത്യത്തിൽ നിലനിന്ന ഒരു ഭൂപ്രദേശമായിരുന്നു അത്. ഗ്രീസ് ഭരണം നടത്തിയിരുന്ന കാലഘട്ടത്തിൽ ഈ മലയടിവാരങ്ങളിൽ അതിന്റെ എല്ലാ മുക്കിലും മൂലകളിലുമായി അധാർമികതകൾക്കും മ്ലേച്ഛതകൾക്കും വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ജനങ്ങൾക്കുണ്ടായിരുന്നു. ഗ്രീസിന്റെ സാംസ്കാരിക വ്യവസ്ഥ, മതപശ്ചാത്തലത്തിന്റെ ആരാധന വിശ്വാസ രീതികൾ യഹൂദന്മാർക്കിടയിൽ കടന്നുകയറ്റം നടത്തി. കാലക്രമേണ യഹൂദന്മാർ അവരുടെ പരിപാവനമായിരിക്കുന്ന വിശ്വാസ രീതികളിൽ നിന്നും വ്യതിചലിച്ചു. അതപ്പതിച്ച അസന്മാർഗിക ജീവിത വ്യവസ്ഥകളിലേക്ക് മാറ്റപ്പെടുകയാണ്. അങ്ങനെ മാറ്റപ്പെട്ടതിന്റെ ഭാഗമായി ദൈവ സാന്നിധ്യത്തിന്റെ ഒരു അംശം പോലും ഇല്ലാതെ മനുഷ്യനെല്ലാം ഭ്രാന്തന്മാരായി മന്ത്രവാദങ്ങൾ കൊണ്ട് നിറയപ്പെട്ട ദേശമായി, യഹൂദിന് നിഷിദ്ധമായിരിക്കുന്ന പന്നിക്കൂട്ടങ്ങളുടെ ഫാമായി ഈ മനോഹരമായ ചുണ്ണാമ്പ് കല്ലിന്റെ ഭൂപ്രദേശം പിന്നീട് പരിണമിക്കപ്പെടുന്നു. എത്രയോ ദുഃഖകരമായ ഒരവസ്ഥ, എത്രയോ ശോചനീയമായിരിക്കുന്ന ഒരു സാഹചര്യം. ഗലീലയുടെ പട്ടണത്തിൽ വെച്ച് കഫർനഹൂമിലെ പള്ളിയിൽ ഉള്ളതായിരിക്കുന്ന ഒരു സ്ത്രീയുടെ ഭൂതത്തെ പുറത്താക്കിയും കാനായിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയും ബെത്സയിദ കടൽക്കരയിൽ കൂടെ നടന്നുകൊണ്ട് തിരുവചനത്തിന്റെ ദൈവരാജ്യത്തിന്റെ പ്രഭാഷണങ്ങൾ നടത്തിയും വഴിയേറിയിരിക്കുന്ന തിമായിയുടെ മകനായ ബർത്തിമായി അടക്കമുള്ള ആളുകളുടെ കാഴ്ച പ്രശ്നങ്ങൾ പരിഹരിച്ചും നൈലിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചും അത്ഭുതം കാണിച്ച് നടന്ന യേശുവിന്റെ അന്തരാത്മാവിൽ ഒരു സൈക്കോയെ കുറിച്ചുള്ളൊരു സന്ദേശം ഉടലെടുക്കുകയുണ്ടായി. സൈക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം സത്വത്തിൽ ജീവിക്കാൻ കഴിയാതെ പരപ്രേരണയിൽ ജീവിച്ചുകൊണ്ട് ജീവിതം ഒരു ഭ്രാന്താലയമാക്കി തീർക്കുന്ന, ഭ്രാന്താക്കി തീർക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ ആ സമൂഹത്തിന്റെ ഒരു പ്രതിനിധിയാണ്. ഒരു ഒറ്റപ്പെട്ട സംഭവമല്ലാതെ ഗദര എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ഒരു പ്രത്യേകതയാണ്. സ്വന്തം താല്പര്യങ്ങൾക്കും തീരുമാനങ്ങൾക്കും അവൻ ആഗ്രഹിക്കുന്ന ചിന്തകൾക്കനുസരിച്ച് ജീവിക്കാൻ കഴിയാതെ ഒരു വല്ലാത്ത ജീവിത പ്രക്രിയയിലേക്ക് മാറ്റപ്പെടുന്നു. എത്രയോ എത്രയോ പരിതാപകരമായ വാക്കുകൾ കൊണ്ടാണ് ആ മനുഷ്യനെ പരിശുദ്ധാത്മാവ് മർക്കോസിൽ കൂടെ പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹം പറയുന്നത് അവൻ വസ്ത്രം ധരിക്കാത്തവനാണ്, അവൻ രാപ്പകൽ നിലവിളിക്കുന്നവനാണ്, സ്വന്തം ശരീരത്തെ ചതയ്ക്കുന്നവനാണ്, ബന്ധങ്ങൾക്കും ബന്ധനങ്ങൾക്കും വിധേയപ്പെടാത്തവനാണ്, കല്ലറകളിൽ പാർക്കുന്നവനാണ്. എത്രയോ പരിതാപകരമായ ഒരു അവസ്ഥ. അവനുണ്ടൊരു അമ്മ, അവനുണ്ടൊരു ഭാര്യ, അവനുണ്ടൊരു പിതാവ്. ഒരു പക്ഷേ വിവാഹിതനാണെങ്കിൽ അവനില്ലേ ഒരു പെണ്ണും അവളിൽ പിറന്നതായിരിക്കുന്ന മക്കളും, അവനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സമൂഹം, ഒരു ചെറിയ സമൂഹമാണെങ്കിലും അന്നുണ്ടായിരുന്നില്ലേ? എത്രയെത്ര ജീവിതങ്ങളാണ് ഒരു വ്യക്തിയുടെ ജീവിത തകർച്ച നിമിത്തം ദുഃഖത്തിന്റെ ഏറ്റവും അനുഭവത്തിലേക്ക് ആണ്ടുപോയത്. അവനെ കുറിച്ചുള്ള ചിന്ത
അവിടെയുള്ള ആർക്കും ഉണ്ടായിരുന്നില്ല. അവനെ രക്ഷിക്കേണ്ടതിനായി ഇടപെടലുകൾ നടത്താൻ ആരും പരിശ്രമിച്ചിരുന്നുമില്ല. പരിശ്രമിച്ചവരുടെ എല്ലാം പരിശ്രമങ്ങൾ പരാജയപ്പെട്ടു പോയി. ബന്ധിക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ അതിനെ ഭേദിച്ചുകൊണ്ട് നടന്നുവെന്നാണ് വചനത്തിൽ വായിക്കുന്നത്. എന്താണ് ഈ മനുഷ്യനെ കൂടെ നമുക്ക് പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിക്കുന്ന സന്ദേശങ്ങൾ? ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനൊരു കൺവെൻഷൻ വേദിയിൽ നിന്ന് പ്രസംഗിച്ചതിനെ കഴിഞ്ഞുപരി എൻ്റെ ഹൃദയത്തിൽ ഏറെ സന്തോഷം തരുന്ന, എനിക്ക് നല്ല സമാധാനത്തിന് ഉറക്കം തരുന്ന, മാനസികാവസ്ഥ തരുന്ന ശുശ്രൂഷയാണ് പരസ്യയോഗം. കാരണം ഇതുപോലെയുള്ള ഗദരദേശത്തിലെ മനുഷ്യരെ ധാരാളം കാണാൻ, കൈകാര്യം ചെയ്യാൻ ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. വടിയായി വടിവാളുമായി നേരെ വന്നതായ ഗദരയിലെ എത്രയെത്ര മനുഷ്യർ വെട്ടും കുത്തും തിന്നും കത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അലർച്ചയോടെ ആക്രമിക്കാൻ അട്ടഹാസത്തോടെ വന്നതായ മനുഷ്യർ ക്രൂശിന്റെ സ്നേഹത്തിന്റെ ആ പെരുമഴ പെയ്തിറങ്ങിയപ്പോൾ അയാൾ ആ സ്നേഹത്തിൽ നനഞ്ഞു കുതിർന്ന് അന്ന് വടിയും വാളുമൊക്കെ കാഴ്ചവെട്ടിൽ വെച്ച് യേശുവിനെ സ്വീകരിക്കുന്നത് കാണാൻ ഈ ചെറു ജീവിതത്തിൽ കർത്താവ് ഭാഗ്യം തന്നിട്ടുണ്ട്. അവൻ ഉയർത്തിയ വടിവാളുകൾക്കെതിരെ മറ്റൊരു വാൾ ഉയർത്താൻ എനിക്കറിയില്ലാഞ്ഞിട്ടല്ല, അവൻ പറഞ്ഞു വിടുന്ന വാക്കുകൾക്ക് എതിർവാദങ്ങൾ പറയാൻ, വാക്കുകൾ തീർക്കാൻ എനിക്ക് കഴിയില്ലാഞ്ഞിട്ടല്ല. അതല്ല അവിടെ ആവശ്യം. അവനിൽ കുടികൊള്ളുന്ന വ്യക്തിത്വം ഏതാണെന്നും അവൻ എന്തുകൊണ്ട് അങ്ങനെ ആകുന്നുവെന്നൊരു ബോധം എൻ്റെ ഉള്ളിൽ ഇതുകൊണ്ട് ഞാൻ ശാന്തചിത്തനായി യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഗദരയിലെ മനുഷ്യൻ യേശുവിനോട് ചോദിച്ച അതേ ചോദ്യം അങ്ങനെയുള്ള ആളുകൾ ചോദിച്ചിട്ടുണ്ട്. എന്നെ വിട്ടു പോകണം, അല്ലെങ്കിൽ എന്നെ രക്ഷിക്കണം. പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിനെ മനുഷ്യനെ മാറ്റിയെടുക്കാൻ കഴിയും. സാധാരണ സുവിശേഷ വേദികളിൽ ക്രൂരന്മാരായിരിക്കുന്ന മനുഷ്യരെ രക്ഷിക്കുന്ന യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് പറയാറുള്ളത്. അതുകൊണ്ട് ഇത് വല്ല ദുഷ്ടന്മാരോടും അല്ലെങ്കിൽ കൊട്ടേഷൻ പ്രവർത്തകനോടും അങ്ങനെ ഏറ്റവും മതപ്പതിച്ച ജീവിതം ചെയ്തവരോടൊക്കെ പോയി പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കുന്ന ചില വലിയ ഭക്ത ശിരോമണികളൊക്കെ ഉണ്ട്. പക്ഷെ യേശു നടത്തിയ സാമൂഹിക ഇടപെടലുകളിൽ ദുഷ്ടന്മാരെ മാത്രം തേടിയല്ല കർത്താവ് വന്നത്. എന്ന് പറഞ്ഞാൽ ഏറ്റവും അധപ്പതിച്ച ജീവിതം ചെയ്തവരെ മാത്രമല്ല. നിക്കോദീമോസിന്റെ ചരിത്രം പഠിച്ചു നോക്കിയാൽ മതമേഖലകളിൽ പ്രബുദ്ധനായി ജീവിച്ച ഒരു മത ആചാര്യനാണ് അദ്ദേഹം. അതുപോലെ ശതാധിപന്റെ ഒരു വലിയ പോലീസ് സൂപ്രണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് ശതാധിപൻ. അങ്ങനെ എത്രയെത്ര പുകഴ്പെറ്റ സമൂഹത്തിൽ വിലയും നിലയും ഉണ്ടായിരുന്ന ആളുകളെ കർത്താവ് തന്റെ ജീവിതത്തിൽ പ്രഭാഷണത്തിൽ കൂടെ മാറ്റിയെടുത്തിട്ടുണ്ട്. സുവിശേഷ സന്ദേശം എന്ന് പറയുന്നത് സാർവത്രിക സന്ദേശമാണ്. അത് എല്ലാ വിഭാഗത്തിലുള്ള മനുഷ്യർക്ക് മാറ്റം വരുത്തുന്ന ഒരു പ്രത്യാശാസ്ത്രമാണ്. നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥകളെ കുറിച്ച് മാത്രം നാം ഒരു പഠനം നടത്തിയാൽ ഗദരദേശത്തിലെ മനുഷ്യന്റെ ജീവിതം മാറി മറിഞ്ഞപ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുതയുണ്ട്. അവൻ സുബോധം പൂണ്ട് വസ്ത്രം ധരിച്ച് ഇരുന്നു എന്നുള്ളത്. നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥകളെ പിന്നാമ്പുറങ്ങൾ 19-ാം നൂറ്റാണ്ട് പോലെയുള്ള കാലഘട്ടങ്ങളെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കിയാൽ ഇരുളടഞ്ഞു കിടന്ന മാന്തോലും മരവിരിയും ധരിച്ച് മരത്തിൽ ജീവിച്ച് എല്ലും കല്ലും പല്ലുകൾ കൊണ്ട് ആയുധങ്ങളൊക്കെ ഉണ്ടാക്കി മൃഗങ്ങളെ വേട്ടയാടി അതിന്റെ മാംസം പച്ചയോടുകൂടി തന്നെ ഭുജിച്ചിരുന്ന, അല്ലെങ്കിൽ ആശയങ്ങളില്ലാത്തത് കൊണ്ട് ആവിഷ്കാരമില്ലാതിരുന്നു. ആവിഷ്കാരമില്ലാത്തത് അക്ഷരജ്ഞാനമില്ലാത്തത് കൊണ്ടാണ്. എന്നാൽ അക്ഷരത്തിലേക്കും മാന്യമായ നിലകളിലേക്കുള്ള വസ്ത്രധാരണത്തിലേക്കും അങ്ങനെ മെച്ചപ്പെട്ട ജീവിത അനുഭവത്തിലേക്കും വന്നതിന് പിന്നിലെ കാരണം ഈ ഗദരദേശത്തെ തേടി യേശു എത്തിയതുപോലെ നമ്മുടെ രാജ്യത്തിലേക്ക് സുവിശേഷത്തിന്റെ സ്വാധീനം ഉണ്ടായതുകൊണ്ടാണ്. ചരിത്രം പറയാൻ നിന്ന് കഴിഞ്ഞാൽ സുവിശേഷം പ്രസംഗിക്കാൻ കഴിയില്ല. ചിലർ ചോദിക്കാറുണ്ട്, സുവിശേഷ പ്രസംഗ വേദിയിൽ സുവിശേഷം പ്രസംഗിച്ചാൽ പോരെ, ചരിത്രവും രാഷ്ട്രീയമൊക്കെ പ്രസംഗിക്കണമെന്ന്. അവരോട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. അവർക്ക് വേണ്ടത് ഈ വചന ശുശ്രൂഷ മാത്രമാണ്. അത് അവരുടെ വിശ്വാസത്തിന്റെ തിളപ്പ് കൊണ്ടായിരിക്കാം. പക്ഷേ നമ്മുടെ വേർപെട്ട കൂട്ടങ്ങളായ ഓരോ വിശ്വാസികളും അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുതയുണ്ട്. രാഷ്ട്രീയ മാറ്റത്തെക്കുറിച്ചും സാമൂഹിക മാറ്റത്തെക്കുറിച്ചും കൃത്യമായിരിക്കുന്ന വിവരമില്ലായ്മയാണ് നമ്മുടെ സമൂഹം ഇന്ന് നേരിടുന്നതായ പല പീഡനങ്ങൾക്ക് പിന്നിലുള്ള മറ്റൊരു കാരണം. അനേക കാരണങ്ങളിൽ ഒരു കാരണം ചരിത്രബോധവും ഭരണഘടനയെക്കുറിച്ചുള്ള തിരിച്ചറിവും സാമൂഹിക ആ ഒരു വീക്ഷണമൊക്കെ നമുക്കുണ്ടായിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ളതായിരിക്കുന്ന ആക്രമണം നടത്തുമ്പോൾ നെഞ്ചിൻ നെറ്റിയും വിടർത്തിപ്പിടിച്ച് ചോദ്യം ചെയ്യാനും നമ്മുടെ അവകാശത്തിന് വേണ്ടി സംസാരിക്കാനായിട്ട് കഴിയുമായിരുന്നു. പക്ഷേ തല്ലാൻ വരുന്നവർക്ക് മുമ്പിൽ കുഞ്ഞാടുകളെ പോലെ വിധേയപ്പെടുത്തി കൊടുക്കാനുള്ള കാരണം ഭക്തിയുടെ ഒരു ലക്ഷണവും യേശുക്രിസ്തു പഠിപ്പിച്ച ഉപദേശത്തിന്റെ ഒരു ഭാഗമാണെങ്കിൽ പോലും അറിവില്ലായ്മയും അത് നിമിത്തമുള്ളതായിരിക്കും ധൈര്യമില്ലായ്മയാണ്. ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. ഇത് ധൈര്യമുള്ള ഒരു സമൂഹത്തെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്നത്.
നിന്ന് തല്ലുകൊള്ളാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ഇനി നിന്ന് തല്ലുകൊള്ളാൻ മനസ്സില്ല. ഭരണഘടന നമുക്ക് തരുന്ന അവകാശമുള്ളിടത്തോളം കാലം ഈ നിയമസംഹിതകൾ പ്രഭാഷണത്തിനും പ്രചരണത്തിനും വേണ്ടി തടസ്സമായ നിലകളിൽ മാറ്റി എഴുതുന്ന കാലം വരെ ഞങ്ങൾ ഇത് പ്രസംഗിക്കുക തന്നെ ചെയ്യും. ഇത് ഞങ്ങൾ വിളിച്ചു പറയുക തന്നെ ചെയ്യും. അതിന്റെ പിന്നിലെ കാരണം യേശുക്രിസ്തു ഞങ്ങൾക്ക് തന്ന അന്ത്യകൽപ്പന മാത്രമല്ല, സാമൂഹിക ചരിത്രത്തിന്റെ ഗതിവിഗതികളെ മാറ്റിമറിച്ചത് സുവിശേഷമായതുകൊണ്ട് തന്നെയാണ്. സുവിശേഷത്തിനല്ലാതെ ഇത് മാറ്റിയെടുക്കാൻ കഴിയുകയില്ല. അങ്ങനെ മാറ്റിയെടുത്ത ചരിത്രമാണ് ബൈബിളിൽ നിന്നും മതേതര ചരിത്ര പുസ്തകത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. സതിയാചാരം പോലെയുള്ള അടിമക്കച്ചവടങ്ങൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഈ നാട്ടിൽ നിന്നും മാറിപ്പോയത് നിങ്ങൾ ഈ പറയുന്ന ചേട്ടന്മാരുടെ ഇടപെടുന്നുമല്ല, മറിച്ച് യേശു ക്രിസ്തുവിന്റെ പുണ്യവചസം മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവനെ തൃണവൽക്കരിച്ച് സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിച്ച എന്നെ പോലെ ഇവരെ പോലുള്ള ദൈവദാസന്മാരുടെ ഇടപെടലുകൾ കൊണ്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഭ്രാന്ത് പിടിച്ച ലോകത്തിന് ഉത്തരം യേശുവല്ലാതെ മറ്റൊരു ഉത്തരവുമില്ല. യേശുവിൽ കൂടെയല്ലാതെ ഭ്രാന്തിനൊരു മാറ്റം വരുന്നില്ല. പി കേശവദേവ് എന്ന് പറയുന്നതായ ഒരു നോവലിസ്റ്റ് ഉണ്ട്. ഓടയിൽ നിന്ന് റൗഡി എന്ന് പറയുന്ന പുസ്തകമൊക്കെ രചിച്ച അനുഗ്രഹീതനായ ഒരു മലയാള എഴുത്ത് സാഹിത്യകാരൻ. അദ്ദേഹത്തിന്റെ ഭ്രാന്താലയം എന്ന് പറയുന്ന ഒരു പുസ്തകം വളരെ മനോഹരമായ ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ അവതരിപ്പിക്കുന്നത് ജോസഫ്, ഗോവിന്ദപിള്ള, പാത്തുമ്മ, മാധവിയമ്മ, ലത്തമ്മ തുടങ്ങിയ കഥാപാത്രങ്ങൾ കൂടെ അവതരിപ്പിക്കുന്ന ഒരു ആശയമുണ്ട്. മനുഷ്യത്വം മരവിച്ചപ്പോൾ, മനസാക്ഷിയില്ലാത്തവനായി മാറിയപ്പോൾ വർഗീയതയും കൂട്ടക്കൊലകളും ഇവിടെ പെരുകുന്നു. രണ്ട് ചരിത്ര സംഭവത്തിന്റെ ആഭിമുഖ്യത്തിലാണ് അദ്ദേഹം ആ പുസ്തകരചന നടത്തുന്നത്. ഒന്ന്, രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന ആ സമയം. മൂന്നാമത്തെ കാര്യം, ഇന്ത്യയിൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ വേർപിരിയുന്നതായ സന്ദർഭം. ഈ രണ്ട് രാഷ്ട്രീയ സംഭവങ്ങളെ ആസ്പദമാക്കി മനുഷ്യനെ വിഭാഗിക്കുന്ന ചിന്താഗതികൾ സമൂഹത്തിന് വിപത്താണ് എന്ന് അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയത് ആ ഭ്രാന്താലയം എന്ന് പറയുന്ന പുസ്തകം വായനാ പ്രേമികൾക്ക് ആവേശം തരുന്ന ഒരു ആശയം തന്നെയാണ്. ഒടുവിൽ ആ ഗ്രന്ഥം അവസാനിക്കുന്നത് ട്രെയിൻ കയറി ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ വിഭാഗതകളുടെ മണ്ഡലത്തിൽ ഒരു കൂട്ടർ പാകിസ്ഥാനിലേക്കും മറ്റൊരു കൂട്ടർ ഇന്ത്യയിലെ വിവിധ ഇടങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ ട്രെയിനിൽ വെച്ച് മരിക്കപ്പെടുന്നതായ ദുരന്ത അവതരണത്തോടുകൂടി ആ നോവൽ അവിടെ അവസാനിക്കുകയാണ്. എന്താണ് അതിന് കാരണം? നാം ഈ കാണുന്നതായ അവസ്ഥകളെ വെച്ച് മുമ്പോട്ട് പോയാൽ നഷ്ടപ്പെടുന്നത് സ്വന്തം ജീവനാണെന്നൊരു സന്ദേശമാണ് അവിടെ ഉണ്ടാകുന്നത്. ഞാൻ ഈ പറഞ്ഞതിന് താല്പര്യം, സ്വന്തം സത്വത്തെ ജീവിക്കാതെ പരപ്രേരണയിൽ നിയന്ത്രണ വിധേയമായി മറ്റാർക്കൊക്കെയോ വേണ്ടി പ്രവർത്തിച്ചും ജീവിച്ചും നാം മുമ്പോട്ട് പോകുന്നുവെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്നത് സ്വന്തം പ്രാണനാണ്. ആ പ്രാണനെ കണ്ടുകൊണ്ടാണ് യേശു ചോദിക്കുന്നത് മത്തായി 11-ാം അധ്യായത്തിൽ കൂടെ, ഒരുവൻ സർവ്വലോകവും നേടിയിട്ട് തന്റെ ആത്മാവിനെ നഷ്ടമാക്കാൻ എന്ത് പ്രയോജനം? ആ ചോദ്യം സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചത് കൊണ്ടാണ് സ്വയത്തെക്കുറിച്ചൊരു ചിന്തയിലേക്ക് മനുഷ്യനെ നയിച്ചത്. എന്ന് പറഞ്ഞാൽ സുവിശേഷം ഒരിക്കലും മനുഷ്യന്റെ ബാഹ്യ മേഖലകളിലെ വിപ്ലവത്തിനല്ല തുടക്കം കുറിക്കുന്നത്, അന്തരാത്മാവിനുണ്ടാകുന്ന വിചാര വിപ്ലവമാണ്. ആ വിപ്ലവത്തിനൊരു കഥാപാത്രമായിട്ട് യേശു അവതരിപ്പിക്കുന്ന മറ്റൊരു വ്യക്തിയുണ്ട്. അപ്പനെയും അമ്മയും അനുസരിക്കാതെ പ്രായപൂർത്തിയും പക്വതയും എത്താത്ത ഒരു ചെറുപ്പക്കാരൻ അവകാശം മേടിച്ച് ദൂരവേ യാത്ര ചെയ്ത് തനിക്കുണ്ടായിരുന്ന മുതലെല്ലാം കൂട്ടുകാരുമായി ചിലവഴിച്ച് നശിപ്പിച്ച് ഒടുവിൽ ഒരു നേരത്തെ ആഹാരം പോലും ഇല്ലാത്തവനായി പന്നിക്കൂട്ടങ്ങളിടയിൽ വസിച്ച് പന്നിക്ക് കൊടുക്കുന്ന തീറ്റയെടുത്ത് തിന്നാൻ പോലും അനുവാദമില്ലാതെ വിശപ്പിന്റെ ആധിക്യത്തിൽ സ്വന്തം ജന്മത്തെ ശപിച്ച് കണ്ണടയ്ക്കുമ്പോൾ താൻ പാപിയാണെന്നൊരു ബോധം തന്റെ ഹൃദയത്തിൽ ഉണ്ടാകുകയാണ്. ആ ഉണ്ടായ ബോധം അവന്റെ അന്തരാത്മാവിലുണ്ടായ വിചാര വിപ്ലവത്തിന്റെ ഭാഗം. തെറ്റ് ചെയ്തത് സത്യത്തിൽ അവൻ പിതാവിനോടാണ്. പിതാവിൽ നിന്നും പിടിച്ചു വാങ്ങിയ മുതലുമായി അവൻ ദൂരേക്ക് യാത്ര ചെയ്ത് അരുതാത്ത വഴിയിൽ കൂടെ അത് ചിലവഴിച്ച് നശിപ്പിച്ചപ്പോൾ ഒന്നുമില്ലാത്തവനായി മാറിയ ആ മനുഷ്യൻ പറയേണ്ടത് ഞാൻ എൻ്റെ അപ്പനോട് പാപം ചെയ്തെന്നാണ്. പക്ഷേ അന്തരാത്മാവിൽ ദൈവസ്പർശനത്തിന്റെ വിചാരങ്ങൾ വന്നപ്പോൾ അവൻ പറയുന്നു ഞാൻ സ്വർഗത്തോടും പാപം ചെയ്തുവെന്ന. ഇന്ന് രാത്രി ഞങ്ങൾ പറയുന്നു, ജീവിതത്തിന്റെ പരിവർത്തനത്തിന് തുടക്കം കുറിക്കുന്നത് പാപബോധത്തിൽ നിന്നുമാണ്. പാപബോധം ഉണ്ടാകാത്തിടത്തോളം മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നില്ല. യേശു അവതരിപ്പിക്കുന്ന എല്ലാ ആശയങ്ങളും ദൈവരാജ്യം എന്ന് പറയുന്ന മഹത്തായ നവീന ലോകത്തിന്റെ ആദർശ രൂപങ്ങളുമൊക്കെ അവതരിപ്പിക്കുമ്പോൾ
താൻ അതിൽ കൂടെ ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി നിങ്ങൾ പാപിയാണെന്നുള്ളതായിരിക്കുന്ന ഒരു ചിത്രമാണ്. സാധാരണ അന്നത്തെ ജനങ്ങളെല്ലാം ചിന്തിച്ചിരുന്നത് റോമൻ ഗവൺമെന്റ് ആണ് ഞങ്ങളുടെ ശത്രു, യഹൂദ ജാതിയാണ് ഞങ്ങളുടെ ശത്രു, പരീശന്മാരും സദൂക്യരും ശാസ്ത്രിമാരുമാണ് ഞങ്ങളുടെ ശത്രു എന്ന് പൊതുലോകം ചിന്തിച്ചിരിക്കുമ്പോൾ ആ തെറ്റിദ്ധാരണയെ മാറ്റിയിട്ട് നിങ്ങൾ ഇങ്ങനെ നീതി നിഷേധിക്കപ്പെട്ടവരായി, പാർശ്വവൽക്കരിക്കപ്പെട്ടവരായി, പീഡിപ്പിക്കപ്പെട്ടവരായി, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറയുന്ന ഒരു ദുർഗതിയുടെ അവസ്ഥയിൽ കൂടെ കടന്നു പോകാൻ കാരണം നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യങ്ങളുമല്ല, മറിച്ച് പാപമെന്ന് പറയുന്ന കറുത്ത വ്യവസ്ഥയാണ്. ആ പാപത്തിന് മാറ്റമുണ്ടാകാൻ ഒരേ ഒരു കാര്യം തന്റെ പ്രഥമ പ്രസംഗത്തിൽ കൂടി അവതരിപ്പിച്ചു: മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. മർക്കോസ് 1:15 കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. റോമൻ ഗവൺമെന്റ് വിഭാവനം ചെയ്ത പാക്സ് റൊമാന എന്നടക്കമുള്ള സമാധാന നിയമങ്ങൾ കേവലം പേപ്പറിൽ, വാക്കുകളിൽ മാത്രം നിലനിൽക്കുമ്പോൾ ആ സമാധാനം എന്തെന്നറിയാനുള്ളതായ അവകാശം പോലും, അതിലേക്ക് എത്തി നോക്കുവാനുള്ളതായിരിക്കുന്ന അവസരങ്ങൾ പോലും ഇല്ലാത്ത നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും തരുന്ന ദൈവരാജ്യത്തിന്റെ അമൂല്യമായ അനുഭവങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നു വാഴണമെങ്കിൽ ഒരേ ഒരു വഴി: മാനസാന്തരപ്പെടുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഇങ്ങനെ ഗതി കിട്ടാത്ത ആ ജീവിതവുമായിട്ട് ഗദയിൽ കൂടി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആ മനുഷ്യന്റെ അടുക്കിലേക്ക് യേശു ചെന്നിട്ട് സമാധാനത്തിന്റെ ഇടപെടലുകൾ നടത്തുകയാണ്. അവന് സുബോധം വന്നു. അവന് വന്നപ്പോൾ ആദ്യം മനസ്സിലായത് അവന്റെ വസ്ത്രം നഷ്ടപ്പെട്ടു എന്നുള്ളതായ ചിത്രമാണ്. ശരിയല്ലേ? ഏദൻ പർദീസയുടെ പൂർവ്വകാലങ്ങളുടെ അനുഭവത്തിലേക്ക് പഞ്ചഗ്രന്ഥത്തിന്റെ പ്രഥമ ഗ്രന്ഥമായിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യന്റെ ആദിമ കാലഘട്ടത്തിലെ ചരിത്രങ്ങൾ പറയുമ്പോൾ നഗ്നനായി തീർന്നൊരു ചരിത്രത്തെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. ദൈവത്തിൽ നിന്നും അകന്നു പോയതിന്റെ കാരണം അവനിൽ വന്ന പാപത്തിന്റെ ദംശനത്താൽ ഉണ്ടായ ആ വസ്ത്രത്തിന്റെ കുറവുകളായിരുന്നു. അവനെ ധരിപ്പിച്ചിരുന്ന തേജസിന്റെ വസ്ത്രം അവന് നഷ്ടപ്പെട്ടു പോയതോടുകൂടെ ദൈവത്തിന് മുമ്പിൽ നിൽക്കാനുള്ള അവസരം അവന് എന്നേക്കുമായിട്ട് ഇല്ലാതെ പോകുകയാണ്. ആ അവസരത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ ഏദൻ പർദീസിലേക്ക് തന്നെ വെച്ച് അറുക്കപ്പെട്ടൊരു കുഞ്ഞാട് നിമിത്തം അവന്റെ കഴുത്തു മുതൽ പാദം വരെ ധരിപ്പിക്കാൻ ഒരു ഉടുപ്പുണ്ടാകാൻ ഒരു കുഞ്ഞാട് ബലിയായി തീർന്നത് പോലെ മനുഷ്യകുലത്തിന്റെ പാപത്തിന് നഗ്നതയെ മാറ്റിയെടുക്കാൻ ഉലകത്തിലേക്ക് വന്നവനായിരുന്നു യേശു ക്രിസ്തു എന്ന് പറയുന്ന നമ്മുടെ ആരാധനായിരിക്കുന്ന കർത്താവ്. ഗദരയിലെ മനുഷ്യന്റെ സൗഖ്യത്തിന് വേണ്ടി യേശു ഇറങ്ങിച്ചെല്ലുമ്പോൾ യേശു ഭൂമിയിൽ വന്ന അവതാര ലക്ഷ്യത്തിന്റെ ഒരു പ്രവചനങ്ങൾ നിവൃത്തീകരിക്കപ്പെടുകയാണ്. യേശു എന്തിനാ ഭൂമിയിൽ വന്നത്? 4 പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, പൗലോസ് പറയുന്നവൻ പാപികളെ രക്ഷിപ്പാൻ. പൗലോസ് മാത്രമല്ല, യോഹന്നാൻ 3-ാം അധ്യായത്തിൽ കൂടെ 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൽ കൂടെ പറയുന്നു പാപങ്ങളെ രക്ഷിപ്പാൻ അവൻ പ്രത്യക്ഷനായി. രണ്ടാമത് പറയുന്നു പിശാചിന്റെ പ്രവർത്തികൾ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. യോഹന്നാന്റെ സുവിശേഷം പറയുന്നു ഏക സത്യ നിത്യ ദൈവത്തെ വെളിപ്പെടുത്താൻ യേശു പ്രത്യക്ഷനായി. യോഹന്നാന്റെ സുവിശേഷം തന്നെ വീണ്ടും പറയുന്നു അവൻ സ്വന്തത്തിലുള്ളവരെ രക്ഷിപ്പാൻ, തന്റെ ജനത്തെ രക്ഷിപ്പാൻ ഭൂമിയിലേക്ക് വന്നു. പക്ഷെ അവർ തള്ളിക്കളഞ്ഞ കല്ല് ഗലീല അടക്കമുള്ള ജാതികൾക്ക് രക്ഷയ്ക്ക് കാരണമായി തീർന്നു. അങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം ജാതികളുടെ ഗലീല പ്രകാശപൂരിതമായി. ആ ഗലീലയുടെ പട്ടികയിൽപ്പെട്ടവരാണ് ഞാനും നിങ്ങളുമൊക്കെ. ഇന്ന് രാത്രിയിൽ പുത്രത്വത്തിനോടോ അവകാശത്തിനോടോ അരുളപ്പാടിനോടോ ഒന്നും യാതൊരു ബന്ധമില്ലാതിരുന്ന എനിക്കും നിങ്ങൾക്ക് ക്രൂശിനെ മുറുകെ പിടിക്കാൻ, ആ ദൈവത്തെ അപ്പാ എന്ന് വിളിച്ചുകൊണ്ട് അവന്റെ മടിത്തട്ടിൽ വിശ്രമിപ്പാൻ, അവനെ നെഞ്ചിൽ ചാഞ്ഞുകൊണ്ട് അവന്റെ ഹൃദയ സ്പന്ദനം ഏറ്റെടുക്കാൻ, അമ്മയോട് തുറന്നു പറയുന്നത് പോലെ അവന്റെ കാതുകളിൽ നമ്മുടെ സങ്കടങ്ങൾ തുറന്നു പറയാൻ നമ്മുടെ ജീവിതത്തിൽ പര്യാപ്തമായി തീർന്നത് അവർ തള്ളിക്കളഞ്ഞതായിരിക്കുന്ന അവസ്ഥ നമുക്ക് ലാഭമായി തീർന്നത് കൊണ്ടാണ്. ആ യേശു ക്രിസ്തു ചെയ്യുന്ന മറ്റൊരു പ്രവൃത്തിയാണ് പിശാചിന്റെ പ്രവൃത്തികൾ അഴിക്കുക. അതഴിക്കാനായിട്ട് അവൻ ഗദരയിൽ കടന്നു ചെല്ലുന്നു. അവന്റെ ഇടപെടലുകൾ ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ആദ്യത്തെ അനുഭവം അവന് സുബോധം വന്നു എന്നുള്ളതാണ്. സ്നേഹിത, ഇന്ന് രാത്രി ഞങ്ങൾ അവതരിപ്പിക്കുന്ന സുവിശേഷത്തിൽ കൂടെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നീ സുബോധത്തിലേക്ക് മടങ്ങി വരിക, സ്വന്തം സത്വത്വത്തിലേക്ക് മടങ്ങി വരിക, അനന്തര ജീവിത ഘട്ടങ്ങളെ കുറിച്ച് നീ തിരിച്ചറിയുക, നീ അകപ്പെട്ട് കിടക്കുന്ന ജീവിത വ്യവസ്ഥകളെ കുറിച്ച് മനസ്സിലാക്കുക. ഇന്ന് നിന്റെ പ്രാണനെ ദൈവം തിരിച്ചു ചോദിച്ചാൽ നിന്റെ നിത്യത നീ എവിടെ ചെലവഴിക്കുമെന്ന് തിരിച്ചറിയുക. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ
ഇവിടെ 2 മിനിറ്റ് കൊണ്ട് വാക്ക് നിർത്തട്ടെ. സ്വന്തം സത്വം വെളിപ്പെടുത്താൻ പറ്റാത്ത ഒരു മാനസിക രോഗിയായിരുന്നു ഗദരയിലെ മനുഷ്യൻ. ജീവിതങ്ങളെ ഏകാന്തമാക്കുന്ന, നരകമാക്കുന്ന സാത്താനെ ദൈവം അവിടെ വെച്ച് പിടിച്ചു കിട്ടുകയാണ്. ബന്ധങ്ങൾക്കും ഉപദേശങ്ങൾക്ക് കീഴ്പ്പെടാത്ത ആ മനുഷ്യനെ ബന്ധത്തിലേക്ക്, ഉപദേശത്തിലേക്ക് മടക്കി കൊണ്ടുവരികയാണ്. അതാ സഭ. വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം, അലഞ്ഞു തിരിഞ്ഞ് നിയമരഹിതമായ ജീവിതം ചെയ്യുന്നവരെ കൃത്യമായ നിയമവ്യവസ്ഥയിൽ നിലനിർത്തുന്ന ആ ഒരു പ്രസ്ഥാനമാണ് ദൈവസഭ. രക്ഷിക്കപ്പെടുന്നവരെ അവർ ദിനം പ്രതി സഭയോട് ചേർത്ത് വിശദീകരിക്കാൻ ദൈവശാസ്ത്രപരമായ കാര്യങ്ങളേറെ. നിത്യനിരാശർക്ക് നിത്യസന്തോഷം കൊടുക്കുന്നതാണ് ദൈവസഭ. ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ സന്തോഷം. സ്വയം ദണ്ഡിപ്പിക്കുന്നവരുണ്ട്, സ്വന്തം ജീവിതത്തെ ശപിക്കുന്നവർ. ഇതിനെല്ലാം പ്രതിനിധിയാണ് ഗദരയിലെ മനുഷ്യൻ. സ്വന്തം ജന്മത്തെ ഞാനിവിടെ ജനിക്കരുതായിരുന്നു, ഗ്രഹപ്പിഴ, ചൊവ്വാദോഷം എന്ന പേരോടുകൂടെയൊക്കെ ജ്യോതിഷ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ഞാനിവിടെ ജനിക്കരുത്, എന്റെ ജീവിതം മാത്രം എങ്ങനെയായി എന്ന് ചോദ്യം ഉന്നയിക്കുന്നവർക്ക് ഒരു ഉത്തരമായി ഈ ഗദരയിലെ മനുഷ്യന്റെ വിമോചനം നമുക്ക് മുമ്പിൽ നിൽക്കുകയാണ്. അവന്റെ വിമോചനത്തിന് കാരണം യേശു ക്രിസ്തുവിന്റെ ആ ശക്തമായ ഇടപെടലുകൾ. ഒടുവിൽ അവൻ കല്ലറയ്ക്കുള്ളിൽ താമസിക്കുന്നവനായിരുന്നു, മൃതതുല്യമായ ജീവിതത്തിൽ കൂടെ കടന്നു പോകുന്നവൻ. അവന്റെ മൃതാവസ്ഥകളെ പരിഹരിച്ചത് യേശു ക്രിസ്തുവിന്റെ സ്പർശനം. ജീവനുള്ള കല്ലായ അവനെടുക്കൽ വന്നിട്ട്, നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ക്രിസ്തുവിൽ പണിയപ്പെടുന്നു. നിന്റെ മരിച്ചു കിടക്കുന്ന, മരവിച്ചു കിടക്കുന്ന, ഭ്രാന്തായി പോയ ജീവിതത്തെ പരിവർത്തനത്തിലേക്ക് നയിക്കാൻ, ജീവനിലേക്കും വെളിച്ചത്തിലേക്ക് നയിക്കാൻ കഴിയുന്നവൻ യേശു ക്രിസ്തു മാത്രം. അവൻ സുബോധം പൂണ്ടു, സൗഖ്യം പ്രാപിച്ചു. അവൻ ചോദിക്കുന്ന ചോദ്യം, ഇനി ഞാൻ എങ്ങും പോകുന്നില്ല, നിന്റെ കൂടെ ഞാൻ പോന്നോട്ടെ. യേശു അവനോട് പറഞ്ഞത്, നീ ആദ്യം പോയി നിനക്ക് സംഭവിച്ചതെല്ലാം മറ്റുള്ളവരോട് പറയുക. അതാണ് ഈ സുവിശേഷ പ്രവർത്തനം. അതാ ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത്. ഇത് പറയാതിരിക്കാൻ കഴിയുകയില്ല. ഇത് ഞങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ദൈവത്തിന് മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടായി വരും. സുവിശേഷത്തിന്റെ ശക്തമായിരിക്കുന്ന സന്ദേശം ഈ ദിവസങ്ങളിൽ വിളിച്ചറിയിക്കുന്നത് നിങ്ങൾ ഈ യേശുവിനെ അറിയണം എന്നുള്ളതാണ്. സ്വന്തം സത്വത്തിലേക്ക്, വ്യക്തിത്വത്തിലേക്ക്, പ്രേരണയുടെ അടിമത്തത്തിൽ നിന്ന്, അഥവാ പാപത്തിന്റെ കരവലയത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവ വെളിച്ചത്തിന്റെ പുതുവഴികളിൽ കൂടെ സഞ്ചരിക്കാൻ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്ന് അരുളി ചെയ്ത യേശു ക്രിസ്തുവിന്റെ വെളിച്ചത്തിൽ കൂടെ വസിച്ച് നിത്യത എന്ന് പറയുന്ന അനന്തതയുടെ പ്രകാശപൂരിതമായ അവസ്ഥകളിലേക്ക് പ്രവേശിക്കുവാൻ സുവിശേഷ കേൾവി, പ്രാർത്ഥന ധ്വനിയുടെ പ്രാർത്ഥന, ഈ സമ്മേളനങ്ങൾ എല്ലാം ഒരു കാരണമായി തീരട്ടെ എന്ന് ആശംസിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടും എന്നെ ശ്രദ്ധിച്ച, പ്രാർത്ഥിച്ച, ഈ യോഗത്തിൽ എന്നെ വിളിച്ച പ്രിയപ്പെട്ടവർ കർത്തൃനാമത്തിൽ നന്ദിയും അഭിവാദ്യം അറിയിച്ച് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സോ മച്ച്.